സ്നേഹമുള്ളവരെ, ചാവറ കൾച്ചറൽ സെൻ്ററിൻ്റെ ഈ ലൈബ്രറി ഹാൾ മറ്റൊരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. ഈ പ്രകാശന കർമ്മത്തിൽ പങ്കുചേരാനെത്തിയവരെല്ലാവരും നമ്മുടെ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രദാസൻ സാറ്, നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഈ പ്രകാശന കർമ്മച്ചടങ്ങ് ആരംഭിക്കാം. ചാവറ കുലീന കുടുംബജാതം കുര്യാക്കുസേരിയ സുകീർത്തിത പുണ്യവന്തം മാതൃപ്രദേശ സമുദായ ഗുരുത്തമം ത്വാം ഭക്ത്യാ തഥാ സവിനയം നിതരാം നമാമഃ. നമുക്കിരിക്കാം. വേദിയിലേക്ക് ഡോക്ടർ എച്ച് സദാശിവൻ പിള്ള സാറിനെ ക്ഷണിക്കുകയാണ്. ടി എം എബ്രാഹിം സാറിൻ്റെ തിരഞ്ഞെടുത്ത നാടകങ്ങളുടെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഏറെ വ്യത്യസ്തമാവുകയാണ്. മലയാള നാടകവേദിയിൽ വ്യതിരക്തമായ വഴികളിലൂടെ സഞ്ചരിക്കുകയും ചിന്തിക്കുകയും നാടകം എഴുതുകയും അത് സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്ത, നാടകത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ശ്രീ ടി എം എബ്രാഹിം സാർ. അദ്ദേഹത്തിൻ്റെ 36 നാടകങ്ങളെ സമാഹരിച്ചിട്ടുള്ള പുസ്തകമാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക എന്ന കർമ്മത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ എം തോമസ് മാത്യു സാറാണ്. തോമസ് മാത്യു സാറ് ഈ പുസ്തകത്തിന് നല്ലൊരു പഠനവും അതിൻ്റെ മുൻകുറിപ്പായി ചേർത്ത് വച്ചിട്ടുണ്ട്. ചാവറയുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഓടിയെത്തുകയും സാംസ്കാരിക ഇടങ്ങളിലെ നിറസാന്നിധ്യമായി നിൽക്കുന്ന തോമസ് മാത്യു സാറിനെ ഒരുപാട് സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സാനു മാസ്റ്ററാണ്. പ്രത്യേകിച്ച് മുൻനുരകളുടെ യാതൊരു ആവശ്യവുമില്ലാത്ത ചാവറയുടെ ഒപ്പം ഈ കാലമത്രയും ഉണ്ടായിരുന്ന സാനു മാഷിനെ ഒരുപാട് സ്നേഹത്തോടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ എച്ച് സദാശിവൻ പിള്ളയാണ്, റിട്ടയർഡ് പ്രൊഫസർ, ദേവസ്വം ബോർഡ് കോളേജ്, തലയോലപ്പറമ്പ്. അദ്ദേഹം അബ്രാഹിം സാറിൻ്റെ 2 നാടകങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നാടക പ്രവർത്തകനായി ജീവിതത്തെ നാടകത്തോട് ചേർത്ത് വെച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടെ ഈ പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് NE സുധീർ സാറാണ്. സുധീർ സാറിനെയും ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ മാസം ആദ്യം തന്നെ മറ്റൊരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ആ പുസ്തകത്തെ വളരെ രസകരമായി അവതരിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ മറ്റൊരു
ഏറെ വ്യത്യസ്തമായ മറ്റൊരു വിഷയം ഉൾക്കൊള്ളുന്ന പുസ്തകത്തെ പ്രകാശിപ്പിക്കുമ്പോൾ ആ പുസ്തകത്തെ പരിചയപ്പെടുത്തി നമ്മളോട് സംസാരിക്കുക സുധീർ സാറാണ്. ഒരുപാട് സ്നേഹത്തോടെ ചാവറയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുൻ MLA ശ്രീ ജോൺ ഫെർണാണ്ടസ് സാർ വേദിയിൽ നമ്മോടൊപ്പമുണ്ട്. ശരിക്ക് 5 മണിയായപ്പോഴത്തേക്കും ഓടിയെത്തി. എനിക്ക് നേരത്തെ പോകണം, തിരക്കുകളുള്ള കാലമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഒരു രാഷ്ട്രീയ സാമാജികൻ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് നാടകത്തെ സ്നേഹിക്കുകയും നാടകത്തോടൊപ്പം ഓരം ചേർന്ന് നടക്കുകയും നാടകത്തിൽ ഇഴചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ജോൺ സാറ്. ജോൺ സാറിനെ ഒരുപാട് സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രൊഫസർ ചന്ദ്രദാസൻ സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാറിനെ ചേർത്ത് വെക്കുന്നത് പ്ലസ് ലോകധർമ്മി എന്നാണ്. അത് കേരളത്തിൻ്റെ തിയേറ്റർ മേഖലയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നാടകവേദി കൂടിയാണ്. ഞാൻ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് കോളേജിലെ നാടകം ഞാനായിരുന്നു ഡയറക്റ്റ് ചെയ്തിരുന്നത്. ആ നാടകം പൊളിഞ്ഞു പോയത് സാറ് കാരണമാണ്. സാറിൻ്റെ നാടകമാണ് അന്ന് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് മേടിച്ചത്. അപ്പോൾ തൊട്ട് ഈ ചന്ദ്രദാസ് എന്ന് പറയുന്ന കക്ഷി ആരാണെന്ന് ഞാൻ അന്വേഷിക്കുകയും തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ കൊച്ചിയുടെ നാടകവേദിയെ ഇത്ര ഫലഭൂഷ്ടമാക്കിയ, പ്രത്യേകിച്ച് തിയേറ്ററിക്കൽ നാടക സംവിധാനത്തിന് ആഴവും അർത്ഥവും കൊടുത്ത വ്യക്തി എന്ന നിലയിൽ ഒരുപാട് സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്കറിയാം, ഈ നാടകങ്ങളുടെയൊക്കെ രചയിതാവും സ്രഷ്ടാവുമായിട്ടുള്ള ടീം എബ്രാഹിം സാറ് വേദിയിലിരിക്കുന്നുണ്ട്. നാടകത്തെ വ്യത്യസ്തമായ ആലോചനകളിലൂടെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റേതായ വ്യതിരക്തമായൊരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ പുസ്തകമിവിടെ പ്രകാശനം ചെയ്യുമ്പോൾ ഞാൻ ആ പുസ്തകം വായിക്കുവാൻ ഇഷ്ടത്തോടെ വായിച്ചു. കുറച്ചു കാലമൊക്കെ നാടകത്തിനൊപ്പം നടക്കുകയും നാടകം കുറച്ചൊക്കെ ഡയറക്റ്റ് ചെയ്യുകയും കുറേ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് അത് വായിക്കുവാനും അത് ആഴത്തിൽ മനസ്സിലാക്കുവാനും പരിശ്രമിച്ചു. ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെയല്ലായിരുന്നു, കുറച്ചുകൂടെ റോയലായിട്ട് തന്നെ അതിനൊരു പാക്കേജ് ഉണ്ടാകാമായിരുന്നു. കുട്ടികൾക്ക് റെഫർ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ സദസ്സിലിരിക്കുന്ന പ്രൗഢഗംഭീരമായ ഈ സദസ്സിലെ വ്യക്തികൾ എനിക്ക് തോന്നുന്നത് തിരികെ ഇറങ്ങുമ്പോൾ ഈ പുസ്തകം മേടിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ആ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും. ഏതായാലും ഒരുപാട് സ്നേഹത്തോടെ ചാവറയിൽ വെച്ച് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം അനുവദിച്ച് ഇത് നമ്മളിവിടെ നടത്തുന്ന സമയത്ത് സാന്നിധ്യം കൊണ്ട് രചയിതാവ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പതിവിന് വിരുദ്ധമായി വളരെ വ്യത്യസ്തമായൊരു സദസ്സാണ് ഈ പുസ്തക പ്രകാശനത്തിൻ്റെ ചുറ്റും ഇരിക്കുന്നത്. നാടകത്തെ ഉള്ളിലും പുറത്തും സ്നേഹിക്കുന്ന, നാടക വഴികളിലൂടെ ദീർഘവർഷം നടക്കുകയും സഞ്ചരിക്കുകയും അനുഭവിക്കുകയും ചെയ്ത അതുല്യ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. എല്ലാവരെയും, ആരുടെയും പേരെടുത്തു പറയാതെ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടു കൂടി ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അധ്യക്ഷ പ്രസംഗത്തിനായി പ്രൊഫസർ എം തോമസ് മാത്യു സാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. TM എബ്രഹാമിൻ്റെ തിരഞ്ഞെടുത്ത നാടകങ്ങളുടെ സമാഹാരമാണ് ഇപ്പോൾ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലം ദീർഘിക്കുന്ന നാടക പ്രവർത്തനത്തിൻ്റെ സാഫല്യം എന്ന നിലയ്ക്ക് നമ്മുടെ കയ്യിലെത്തുന്ന ഗ്രന്ഥമാണിത്. 30-ലേറെ നാടകങ്ങൾ, ആ നാടകങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഇവയെല്ലാം ചേർത്തിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ജി ശങ്കരപ്പിള്ളയെപ്പോലെ, വയലാ വാസ്തവൻ പിള്ളയെപ്പോലെ ഒക്കെയുള്ള നാടക പണ്ഡിതന്മാർ
ടി.എം. എബ്രഹാമിൻ്റെ നാടകത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ പഠിക്കുന്നു, അതിൻ്റെ രംഗപ്രയോഗ സാധ്യതകളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നൊക്കെ അന്വേഷിക്കുന്ന പഠനങ്ങളാണ് അതിലുള്ളത്. ഈ ഗ്രന്ഥത്തിലേറെയുമുള്ളത് ഏകാംഗ നാടകങ്ങളാണ്. എനിക്ക് തോന്നുന്നു ടി.എം. എബ്രഹാമിൻ്റെ ശരിയായ തട്ടകം ഏകാംഗ നാടകങ്ങളുടേതാണ് എന്ന്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതലാണ് നമുക്കറിയാവുന്നതുപോലെ ഏകാംഗ നാടകം ഒരു സവിശേഷ നാടക രൂപം എന്ന നിലയ്ക്ക് ലോകത്തിൽ അംഗീകാരം നേടുന്നത്. നേരത്തെ ഞങ്ങൾ ഇരുന്നപ്പോൾ പറയുകയുണ്ടായി, ഈ ഇംഗ്ലണ്ടിലെ നാടക ആസ്വാദകർ 2 തരക്കാരായിരുന്നു. അതിൽ പ്രഭുക്കന്മാരായ ഒരു വലിയ വർഗമുണ്ട്. അവർക്ക് വേണ്ടി സ്റ്റേജിൽ ഇങ്ങനെ പീഠങ്ങൾ ഒരുക്കിയിട്ടിരിക്കും. ആ പീഠങ്ങളെ അലങ്കരിക്കാൻ അവർ കനിവ് കാണിക്കുന്ന സമയമാണ് നാടകം തുടങ്ങാനുള്ള സന്ദർഭം. അതുവരെ നാടകം തുടങ്ങാൻ അനുവാദമില്ല. പക്ഷെ വേറൊരു സംഘം ആളുകൾ നേരത്തെ ഈ നാടക കൊട്ടകയിൽ വന്ന് അവരുടെ കലാപരിപാടികൾ ആരംഭിച്ചിരിക്കും. അതിലൊരു വിഭാഗത്തെ വിളിച്ചിരുന്ന ജെൻറ്റിൽമെൻ ഓഫ് ദ പിറ്റ് എന്നാണ്. അവരിങ്ങനെ മുമ്പിൽ വന്ന് നല്ല ആഘോഷമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അവരെ അടക്കി ഇരുത്തുന്നതിന് വേണ്ടിയാണ് കർട്ടൻ റൈസർ എന്ന് പറയുന്ന ഏർപ്പാട് തുടങ്ങിയത്. അങ്ങനെ സാധാരണ ചില വിനോദങ്ങളൊക്കെ ആയിട്ട് സംഭവം നടക്കണം. 1903 എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, കർട്ടൻ റൈസർ നാടകം കഴിഞ്ഞപ്പോൾ നാടകം തീർന്നു എന്ന് വിചാരിച്ച് സദസ്സ് മുഴുവൻ പിരിഞ്ഞുപോയി. അന്ന് കളിച്ചത് W. ഐസക്സിൻ്റെ മങ്കീസ് പോ എന്ന ചെറുകഥയ്ക്ക് പാർക്കർ നൽകിയ രംഗഭാഷ്യമാണ്. ഒരു പൂർണ്ണ നാടകാനുഭവമായി എന്ന വിശ്വാസത്തോടു കൂടി നാടകം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന വിവരം ഓർക്കാതെ സദസ്സ് പിരിഞ്ഞുപോയ സന്ദർഭമായിരുന്നു അത്. യഥാർത്ഥത്തിൽ ഏകാംഗ നാടകത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. നാടകത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുള്ള ഒരു കലാരൂപമായി, ഒരു നാടക രൂപകമായി ഏകാംഗ നാടകം അരങ്ങിലെത്തുകയും ധാരാളം ആളുകളെ ആകർഷിക്കുകയും ചെയ്തത് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഈ ഏകാംഗ നാടകത്തിൻ്റെ ഒരു ഉത്സവകാലം സംഭവിക്കുന്നത് 1970-കൾ മുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ധാരാളം കലാസമിതികൾ ഉണ്ടാവുകയും ആ കലാസമിതികൾ ശ്രദ്ധാപൂർവം നാടകങ്ങൾ പഠിക്കുകയും അവർക്ക് കഴിയുന്ന രീതിയിൽ അതിനെ അവതരിപ്പിച്ച് പോരുകയും ചെയ്തു. അത് പതുക്കെ ഇല്ലാതായി എന്നത് സത്യം തന്നെയാണ്. ഈ കാലത്താണ് ടി.എം. എബ്രഹാം നാടകവുമായി മുമ്പോട്ട് വരുന്നത്. അപ്പോഴും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അക്കാലത്ത് അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളിൽ മിക്കതും സാമൂഹ്യമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഇവിടുത്തെ തൊഴിലില്ലായ്മ, പട്ടിണി, യുവാക്കളുടെ ഇടയിലുള്ള രോഷം, അവരുടെ വിരക്തി, ഇങ്ങനെ പല പല വിഷയങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അതിൻ്റെ നേരെയുള്ള പ്രതിഷേധത്തോടുകൂടി സങ്കടങ്ങളോടുകൂടി അവതരിപ്പിച്ചിരുന്ന നാടകങ്ങളാണ്. എന്നാൽ ഈ ഒരു പൊതു പ്രവണതയിൽ നിന്ന് പരിപൂർണമായും വിട്ട് നിന്ന് കൂടുതൽ ഗഹനമായ ചോദ്യങ്ങൾ, മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഗഹനമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുകയും ആ ചോദ്യങ്ങളുടെ ഒരിക്കലും ഉത്തരം കിട്ടാത്ത ആ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തറക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ടി.എം. എബ്രഹാം തൻ്റെ സാന്നിധ്യം മലയാള നാടകവേദിയിൽ പതിപ്പിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രമേയങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഇതിഹാസ സന്ദർഭങ്ങളിൽ നിന്ന്, ബൈബിളിൽ നിന്ന് ഒക്കെയുള്ള കഥാസന്ദർഭങ്ങളെടുത്ത് ആ കഥാസന്ദർഭങ്ങൾ വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ പുനരാവിഷ്കരിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കാതെ
തൻ്റെ ജീവിത ബോധത്തെ ആവിഷ്കരിക്കുന്നതിന് ഉപയുക്തമായ രീതിയിൽ അതിനെ പരിവർത്തിപ്പിച്ച് അതിശക്തമായ നാടകങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ സമൂഹത്തെ പ്രകോപിപ്പിക്കാൻ പോലും കഴിയത്തക്ക രീതിയിൽ അദ്ദേഹം ഈ നാടകങ്ങൾ എഴുതിയിരുന്നു എന്നാണ് തോന്നുന്നത്. അടിയന്തരാവസ്ഥ കാലത്താണ് പ്രോമിത്യൂസിനെ കുറിച്ചുള്ള നാടകം അദ്ദേഹം എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് രാജ്യദ്രോഹമാകാവുന്ന ഒരു കാലത്ത് സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനം എന്ന് വിചാരിച്ച ഒരു ഇതിഹാസ അല്ലെങ്കിൽ ഒരു മിത്തോളജിക്കൽ ക്യാരക്ടറിനെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ നാടകം അവതരിപ്പിക്കുകയുണ്ടായി. ലോക നാടകവേദിയിൽ തന്നെ അതീവ ശ്രദ്ധേയമായ പ്രോമിത്യൂസ് ഫൗണ്ട് ഈസ്കൽസ് എന്ന നാടകം നമ്മുടെ മുമ്പിലുണ്ട്. സെയ്യൂസിൻ്റെ അടിമത്തത്തിന് ഞാനൊരു നിർഭാഗ്യങ്ങളെ കൈമാറുകയില്ല എന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ എന്നത്തെയും അർത്ഥവത്തായ ശബ്ദം പുറപ്പെടുവിച്ച പ്രോമിത്യൂസ്. ഈ പ്രോമിത്യൂസിനെ പുനരാവിഷ്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ത്യജിക്കാൻ സന്നദ്ധനാകുന്നത്, ജീവിതത്തിലെ ലളിതമായ സൗഭാഗ്യങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കാൻ സന്നദ്ധനാകുന്നത് എന്ന് അന്വേഷിക്കുന്ന നാടകം, മനുഷ്യനിൽ അതിഗാഠമായ വിശ്വാസം അർപ്പിക്കുന്ന നാടകം, ഏത് അടിമത്തത്തെയും ഏത് ഇരുട്ടിനെയും കീഴടക്കൊണ്ട് പ്രകാശത്തിൻ്റെ ഒരു കിരണം എവിടെയോ കടന്നു വരാൻ സന്നദ്ധമായി ഉദിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസം ആവിഷ്കരിക്കുന്ന നാടകം അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായി. ഞാൻ ഈ നാടകങ്ങളിലൂടെ സഞ്ചരിക്കാനല്ല ശ്രമിക്കുന്ന, നാടകത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ്: സാമൂഹ്യ യാഥാർത്ഥ്യവും അതിൻ്റെ പ്രശ്നങ്ങളും എന്നതിനേക്കാളേറെ മനുഷ്യജീവിതത്തെ നിരന്തരമായി വേട്ടയാടുന്ന ദാർശനിക സമസ്യകളെ നാടകത്തിന് പ്രമേയമായി സ്വീകരിക്കുകയും ആ സമസ്യകളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സ്വകീയമായ ഒരു വീക്ഷണം പുലർത്തുകയും ചെയ്യുന്ന നാടകങ്ങൾ TM എബ്രഹാം അവതരിപ്പിച്ചു എന്നതാണ്. 70 കാലത്ത് വളരെ പോപ്പുലറായി അവതരിപ്പിച്ചിരുന്ന നാടകങ്ങൾ പലതും രംഗം വിടുകയും നാടകകൃത്തുക്കൾ തന്നെ നാടകം ഉപേക്ഷിക്കുകയും ചെയ്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്തും ഈ നാടകങ്ങൾക്ക് ഈ കാലത്ത് പ്രസക്തിയുണ്ട് എന്ന് വിചാരിക്കുകയും ആ പ്രസക്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യത്തക്ക രീതിയിൽ ഈ ഗ്രന്ഥം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഈ നാടകങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നിയത് ഈ കാലത്തോട്, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തോട്, അതിൻ്റെ സമസ്യകളോട്, അതിൻ്റെ പ്രഹേളികളോട് സംസാരിക്കുന്നതിന് കഴിയുന്ന നാടകങ്ങളാണ് ഇവ എന്നാണ്. ഞാൻ ആ നാടകത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രമാത്രം നമ്മുടെ പൊതുധാരകളിൽ നിന്നെല്ലാം വേറിട്ട് ഒറ്റപ്പെട്ട് സഞ്ചരിക്കാൻ തീരുമാനിച്ച ധീരമായ ഈ സമീപനത്തെ ആദരിക്കാൻ കഴിയുന്നു എന്നത് ഈ സായാഹ്നത്തിൻ്റെ ഒരു സവിശേഷത കൂടിയാണ് ഞാൻ വിചാരിക്കുന്നു. ഒറ്റയ്ക്ക് നിൽക്കുന്നവനാണ് ഏറ്റവും കരുത്തൻ എന്ന് ഇബ്സൻ്റെ ഒരു നാടക പാത്രം പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു സമൂഹം മുഴുവനും താൽക്കാലികമായ സാമൂഹ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ ഇതല്ല നാടകത്തിൻ്റെ പ്രമേയം. മനുഷ്യജീവിതത്തെ നിരന്തരമായി നിത്യമായി വേട്ടയാടുന്ന ചില സമസ്യകളുണ്ട്. അതിലേക്ക് കടന്നു ചെല്ലുകയാണ് നാടകകൃത്തിൻ്റെ ധർമ്മം എന്ന് വിചാരിക്കുകയും ആ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയും ഭദ്രമായി അതിനെ ആവിഷ്കരിക്കുകയും ചെയ്തു എന്നതാണ് TM എബ്രഹാമിൻ്റെ പ്രസക്തി. ആ പ്രസക്തിയെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം ഇതാ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷം പങ്കിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഈ നാടക പുസ്തകത്തെയും നാടക രചയിതാവിനെയും കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷ പ്രസംഗം പൂർണ്ണമാകുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ തോമസ് മാത്യു സാറിനെ ഓർക്കുകയാണ്. ഇപ്പോൾ പ്രകാശന കർമ്മ ചടങ്ങാണ്. പുസ്തക പ്രകാശനം നമ്മുടെ പ്രിയ ഗുരുനാഥൻ സാനു മാസ്റ്റർ ഇപ്പോൾ നടത്തുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് ഡോക്ടർ H. സദാശിവൻ പിള്ള സാറിനെ ക്ഷണിക്കുകയാണ്.
സംസാരിക്കുവാനായി സനു മാഷിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പണ്ട് ഈ മരണത്തെപ്പറ്റി പറയുന്ന പോലെ വാർദ്ധക്യ സഹജമായ കുഴപ്പങ്ങൾ മൂലം വായിക്കാൻ നിവൃത്തിയില്ല, കേൾക്കാനും പ്രയാസമാണ്. എങ്കിലും ടി.എം. എബ്രഹാമിൻ്റെ തിരഞ്ഞെടുത്ത നാടകങ്ങളായതുകൊണ്ട് വലിയ മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് വളരെ ക്ലേശിച്ച് ആദ്യത്തെ ഒരു നാടകം ഞാൻ വായിച്ചു. മറ്റുള്ളത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ആ നാടകം പെരുന്തച്ചൻ എന്നാണ് അതിൻ്റെ പേര്. പെരുന്തച്ചൻ നമുക്കൊക്കെ പരിചിതമായ ഒരു സംജ്ഞയാണ്. അതിലെ പ്രമേയം എഴുത്തുകാരൻ്റെ അസൂയ, കലാകാരൻ്റെ അസൂയ എന്നത് തന്നെയാണ്. സ്വന്തം മകൻ്റെ നേർക്ക് പോലും അസൂയ പ്രവർത്തിക്കുന്നു. അതാണ് ഒളി അറിയാതെ വീഴുന്നതും. അത് ഉപജീവിച്ച പല കവിതകളും ജയശങ്കരക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതന്ന് തനിക്കെതിരാണ് എന്നാരോപിച്ചുകൊണ്ട് വള്ളത്തോൾ മറുപടി പറയുമ്പോൾ ആ മീറ്റിങ്ങിൽ ഞാനുണ്ടായിരുന്നു. എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പെരുന്തച്ചൻ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് വള്ളത്തോൾ തടസ്സമായി നിൽക്കുന്നു എന്ന മട്ടിൽ. എല്ലാ കാലത്തും തുടർന്നു പോകുന്ന ഒരു പ്രമേയമാണ് ഈ കലാകാരൻ്റെ അസൂയ. കലാകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ സാഹിത്യം നിർമ്മിക്കുന്നത് തന്നെ അവൻ്റെ തിന്മയുടെ ആധിക്യം കൊണ്ടാണെന്ന് വരെ ഒരു തിയറിയുണ്ട്. ഒരു തിയറി എഡ്മണ്ട് വിൽസൺ, ഞാൻ വളരെ ആരാധിക്കുന്ന ഒരു വിമർശകനാണ്. അദ്ദേഹത്തിൻ്റെ ഫിലോക്രിറ്റസ് ഒരു പ്രബന്ധമുണ്ട്. അതിനകത്ത് അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ദ ബോ ആൻഡ് ദ ആരോ എന്നാണ്, ആൻഡ് ദ വൂണ്ട് എന്നാണ്. ഒരുത്തന് ഒരു വ്രണമുണ്ട്. ആ വ്രണത്തിന് ഭയങ്കര ദുർഗന്ധമാണ്. അതുകൊണ്ട് അവനെ അടുത്ത ഐലൻഡിലേക്ക് നാടുകടത്തി വിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മറ്റു രാജ്യവുമായി യുദ്ധം വരുമ്പോൾ ഇവന് ആവശ്യമായി വരും. കാരണം ഇവൻ്റെ കയ്യിൽ ഒരു നല്ല ആയുധമുണ്ട്, ശസ്ത്രം. യുദ്ധത്തിൽ ജയിക്കാനുള്ളത് അവൻ്റെ കയ്യിലേ ഉള്ളൂ. അപ്പോൾ അവന് ആവശ്യമായി വരുന്നതാണ്. അത് എഴുത്തുകാരൻ അവൻ്റെ വൈകല്യം, സ്വഭാവ വൈകല്യത്തിൽ നിന്ന് സാഹിത്യം സൃഷ്ടിക്കുന്നു എന്നതിന് ദൃഷ്ടാന്തമായി അദ്ദേഹം വാദിക്കുന്നുണ്ട്. വളരെ നല്ല ആളുകൾ സാഹിത്യം എഴുതുന്നവരുണ്ട്. അങ്ങനെ ഒരു തിയറി അദ്ദേഹം കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. ഈ അസൂയ അങ്ങനെ വരുന്ന ഒന്നാണ്. ഈ നാടകം നമ്മുടെ ചിന്തയെ ഉണർത്തുന്നതിന് പറ്റിയ തരത്തിലാണ്, പലതരത്തിൽ അവതരിപ്പിക്കാമല്ലോ. ആണ് ടി.എം. എബ്രഹാം അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനാണ് അദ്ദേഹം കോറസുണ്ട്. രംഗത്തിടുന്ന കഥാപാത്രം ഒരു കോറസ് തന്നെ മറ്റൊരു കഥാപാത്രം പെട്ടെന്ന് മാറും. പട്ടതിരിപ്പാടായിട്ട് കോറസ് തന്നെ മാറും. കോറസിനിടയിൽ തന്നെ പലതരം എസൈഡ്സ് ഉണ്ട്. അപവാര്യ എന്നൊക്കെ നമ്മൾ സംസ്കൃത നാടകത്തിൽ പറയുന്നത് പോലെ. അങ്ങനെ ആണ് ഇത് തുടർന്ന് പോരുന്നത്. അപ്പോൾ ഒരു ചിന്തോദ്ദീപകമായ തരത്തിലുള്ള അവതരണം ആണ് ഇതാവശ്യപ്പെടുന്നത്. എനിക്ക് തോന്നി സാധാരണക്കാരൻ്റെ നിലയിൽ ആ അവതരണം നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്, അതുമായിട്ട് താതാത്മ്യപ്പെടാൻ പ്രേരിപ്പിക്കുന്നതല്ല. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവതരണം പലതരത്തിലുണ്ട്. ചിലത് നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കും പല നാടകങ്ങളിലും. അപ്പോൾ അപ്പോഴാണ് നമ്മൾ വികാരഭരിതരാകുന്നത്. ഒരു രസമാണത്. വികാരഭരിതനാവുക എന്നുള്ളത് ഒരു രസത്തിൻ്റെ വകഭേദമാണ്. മറ്റത് നമുക്ക് അകന്നേ നിസ്സംഗമായി നോക്കാം എന്താണ് ഈ നടക്കുന്നതെന്ന്. അതാണ് ആവശ്യമെന്ന് വാദിച്ച ഒരാളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതാണ് ബെർട്ടോൾട്ട് ബ്രെറ്റിൻ്റെ ഏലിയനേഷൻ തിയറി. എഴുത്തുകാരെ, പ്രേക്ഷകരെ ഏലിയനേറ്റ് ചെയ്ത് നിർത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഡെസ്റ്റിമോണിയെ കൊല്ലുമ്പോൾ ഒഥല്ലോ, അപ്പോഴോ ഒഴിച്ചു പറയുകയും വെറും നാടകമാണ് കേട്ടോ, നിങ്ങൾ വിചാരഭരിതനാകുന്നു വേണ്ട,
കൊല്ലുന്നത് ഞാൻ അഭിനയിച്ച് കാണിക്കാം എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് ഡയറക്ടറാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാ നാടകങ്ങളും അങ്ങനെ വേണം എന്ന സിദ്ധാന്തമാണ് അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തുന്ന ഒരു സാധനം. ഏതാണ്ട് ആ രീതിയിലാണ് നമ്മൾ സംസ്കൃത നാടകങ്ങളിലും അതാണല്ലോ ഏകദേശം. സംസ്കൃത നാടകങ്ങൾ നമ്മെ താതാത്മ്യത്തിലേക്ക് ഒരിക്കലും നയിക്കുന്നില്ല. ശാകുന്തളത്തിന് തന്നെയും അതിൻ്റെ സ്റ്റൈലൈസേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പഴയ ആളുകളുടെ പലരുടെയും അഭിപ്രായം. നമുക്കറിയാമോ ഇതെങ്ങനെ അവതരിപ്പിച്ചിരുന്നുവെന്ന്. അത് സഖി എന്ന് വിളിക്കുന്നുണ്ട്. സഖി നടക്കുന്നതിലും ഈ ചെടി നനയ്ക്കാൻ നടക്കുന്നതിലും നൃത്തത്തിൻ്റെ പശ്ചാത്തല മേളത്തോടു കൂടിയായിരിക്കും നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരു പകുതി നൃത്തവും പകുതി നാടകവുമായിട്ട് കണ്ടുകൊണ്ടിരുന്നുവെന്നാണ് അതിൻ്റെ അതോറിറ്റീസ് പലരും എഴുതി ഞാൻ കേട്ടിട്ടുള്ളത്. ഏതാണ്ട് ആ രീതിയാണ് ഇവിടെ അദ്ദേഹം അവലംബിച്ചിരിക്കുന്നത്. അതാണ് നമ്മളെ ആലോചിക്കാൻ എഴുത്തുകാരൻ്റെ അസൂയ. നമ്മളെ വളരെ വളരെ വസ്തുനിഷ്ഠമായി നമുക്കത് കാണാനും പഠിക്കാനും അതേ സമയത്ത് ആസ്വദിക്കാനും സാധിക്കുന്നത്. ആ സ്റ്റൈലാണ് അദ്ദേഹം. കാരണം എഴുത്തുകാരൻ എപ്പോഴും വലിയ നാടകകൃത്തുക്കളെക്കുറിച്ച് പറയുന്നത് തന്നെ അവർ ചിന്തകന്മാരാണെന്നാണ്. പണ്ട് ദി പ്ലേ റൈറ്റേഴ്സ് റൈറ്റർ ആസ് സിംഗർ എന്നൊരു പുസ്തകം ഉണ്ട്. എന്നെ വളരെ സ്വാധീനിച്ച പുസ്തകങ്ങളിലൊന്നാണ്. മാർട്ടിൻ എസിലാണ് അത് എഴുതിയത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത്. ഞാൻ ആ ഘട്ടത്തിലാണ് ഒരുപാട് വായിക്കുന്നത്, പ്രത്യേകിച്ച് വിമർശനങ്ങൾ. പ്ലേ റൈറ്റേഴ്സ് തിങ്കർ, അതിൽ ഒരു പ്ലേ റൈറ്റ് ഇബ്സനാണ്. ഇബ്സൻ ഒരുപാട് ചിന്തിക്കാനുള്ള വക നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊരു പ്ലേ റൈറ്റ് അദ്ദേഹത്തിൻ്റെ ശത്രുവും കൂടുതൽ താഴ്ന്ന പ്രായക്കുറവുള്ള സ്റ്റെൻബർഗാണ്. സ്റ്റെൻബർഗ് അതിനുവേണ്ടിയാണ് ഒരു പരീക്ഷണങ്ങൾ തന്നെ നടക്കുന്നത്. സ്റ്റെൻബർഗ് സ്ത്രീ ശത്രുവായിരുന്നു, സ്ത്രീയുടെ വിരോധിയായിരുന്നു. സ്ത്രീകൾ ചീത്തയാണെന്നുള്ള അഭിപ്രായക്കാരാണ് മൂപ്പർക്കുള്ളത്. മറ്റദ്ദേഹം സ്ത്രീകളെ വളരെയധികം മാനിക്കുകയും സ്ത്രീയിലാണ് പരിശുദ്ധിയും മറ്റും നമുക്ക് സ്വാതന്ത്ര്യം വേണം. അതാണ് ഡോൾസ് ഹൗസ്. നോറ എന്നൊരു നായിക അവതരിച്ചു. ഇദ്ദേഹത്തിൻ്റെ നായികയുടെ പേരും അതിനോട് സാമ്യമുള്ളൊരു പേരാണ് ഫാദർ എന്ന നാടകമുണ്ട്. അപ്പോൾ ഒന്ന് ഇബ്സനാണ്, മറ്റൊന്ന് സ്റ്റെൻബർഗാണ്, പിന്നൊന്ന് സാർത്രെയാണ്. സാർത്രെയുടെ നാടകവും എല്ലാം ചിന്തിക്കാൻ പറ്റും. ഫിലോസഫറാണല്ലോ. ഇപ്പോൾ റെസ്പെക്റ്റബിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തിൻ്റെ നല്ല നാടകമാണ്. അതിനകത്ത് ഒരു തീവണ്ടിയിൽ വെച്ച് അമേരിക്കക്കാർ സെനറ്ററിൻ്റെ മക്കളും പ്രമാണിമാരാണ്. അയാൾക്കൂടെ ഒരു സ്ത്രീയെ മൊളസ്റ്റ് ചെയ്യും, റേപ്പ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വളരെ കാലത്തിന് മുമ്പ് വായിച്ചാണ്. പക്ഷേ അത് ഈ പ്രമാണിമാരുടെ മക്കളായതുകൊണ്ട് അവരൊന്ന് മറ്റൊരു നീഗ്രോയിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അവനാണ് ചെയ്തത്. വളരെ പരീക്ഷണഘട്ടം വന്നപ്പോഴും ആ വേശ്യ മാത്രം, ഒരു വേശ്യ സാക്ഷിയുണ്ട്, അവൾ മാത്രം പറയും ഇതാണ് സത്യം. ഈ സെനറ്റർമാരുടെ മക്കളും വലിയ ആളുകളൊക്കെ കള്ളന്മാരും കള്ളസാക്ഷി പറയുന്നവരാകുമ്പോൾ ഒരു വേശ്യയാണ് സത്യം പറയാൻ ധൈര്യം കാണിക്കുന്നത്. നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു നാടകമാണത്. അത് എടുത്തുകൊണ്ട് അത് അദ്ദേഹത്തെക്കുറിച്ചും ഈ മാർട്ടിൻ എസൈൻ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഒന്ന് ലൂയി പിരാൻഡല്ലോ ആണ്. ലൂയി പിരാൻഡല്ലോയും എപ്പോഴും ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. സ്ത്രീ പുരുഷ ബന്ധം, നാടകം തന്നെ ഒരു ഇല്യൂഷനാണല്ലോ, ജീവിതം തന്നെ ഒരു ഇല്യൂഷനാണോ എന്നുള്ള കാശുണ്ട്. അതാണ് സിക്സ് ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ആൻ ഓതർ. നമ്മുടെ സി.ജെ. തോമസിൻ്റെ ക്രൈം നാടകം പോലെ. സി.ജെ. തോമസ് അത് വായിച്ചിരുന്നില്ല അതിനു മുമ്പ്. തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനകത്ത് നമ്മൾ റിഹേഴ്സൽ റൂമിലാണ് നടക്കുന്ന നാടകം. അപ്പോൾ കുറേ പേര് 5-6 പേര് ഓടി വരും. പിതാവ്, മാതാവ്, മക്കൾ. അവരൊന്നിടയ്ക്ക് ഇവിടെ എന്താ നടക്കുന്നത് ചോദിച്ചു. അപ്പോൾ നാടകം ഞങ്ങൾ റിഹേഴ്സലാണ് പഠിക്കേണ്ടത്. അപ്പോൾ നാടകം റിഹേഴ്സൽ എന്ന് പറയുന്നത് ആരെങ്കിലും എഴുതിയവരെണ്ണം നിങ്ങൾ കാണാതെ പഠിച്ച് രംഗത്ത് വന്ന് പറയുകയാണ് അല്ലേ? അതെ. എന്നാൽ ഞങ്ങൾ നാടകമാണ്, ഞങ്ങളെ കൊണ്ട് നാടകം ഉണ്ടാക്കും. അവരുടെ കഥ മറ്റൊരു നാടകമായിട്ടുള്ള ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. അപ്പം അതിനകത്ത് ഒന്ന്. അപ്പോൾ ആ തരത്തിൽ അത് വളരെ ചിന്തോദ്ദീപകമായി അദ്ദേഹത്തിൻ്റെ ഓരോ നാടകങ്ങളുമാണ്. അദ്ദേഹം ഭ്രാന്തനാരെന്ന് എനിക്ക് തോന്നുന്നു. പിരാന്തല്ലോ എന്നാണ് പേര് തന്നെ, ഇറ്റാലിയനാണ്. അപ്പോൾ ഇവരെയൊക്കെ കുറിച്ചാണ് ഈ പുസ്തകം പ്ലേ റൈറ്റേഴ്സ് തിങ്കർ. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രമേയം എപ്പോഴും ഒബ്ജക്റ്റിഫൈ ചെയ്യണം, നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കണം. ആ തരത്തിലാണ് ടി.എം. എബ്രഹാം ഈ 1-ാമത്തെ നാടകം
എഴുതിയിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് ഓരോ ഘട്ടത്തിലും നമ്മളത് ആലോചിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഒന്ന്, അതിലത്തെ കോറസ്, രണ്ട്, കഥാപാത്രങ്ങൾ, അവരെല്ലാം ചേർന്നത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് കാരണം. എഴുത്തുകാരനോട് തോന്നുന്നു അസൂയ. അതൊരു സനാതന പ്രശ്നമാണ്. ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. എഴുത്തുകാരെല്ലാവരും അതുപോലെ അസൂയുള്ളവരാകണമെന്നില്ല. ഇപ്പോൾ ഞാൻ വെറുതെ ഈ പ്രാസംഗികമായി വിട്ടുമാറി പറഞ്ഞാൽ നമ്മുടെ കവിത്രയെന്ന് പറയരുത്. നമ്മൾ ആശാൻ വള്ളത്തോളുള്ളവരെന്നൊക്കെ പറയുന്നത് ആ പ്രയോഗം തന്നെ തെറ്റാണ്. പോട്ടെ. അതുപോലെ ഒരു ത്രയമായിരുന്നു റഷ്യയിൽ 3 നോവലിസ്റ്റുകൾ, ടോൾസ്റ്റോയി, ഡോസ്റ്റോവ്സ്കി, ടെർജനിയും. ജീവിതകാലത്ത് ഏറ്റവും പോപ്പുലർ ടെർജനിയുമായിരുന്നു. ടെർജനിയോടുള്ള മറ്റ് 2 പേർക്ക് അസൂയ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അത്യാകർഷകമായ ശൈലിയാണ് എഴുതുന്നത്. കഥ വായിക്കാതിരുന്ന താഴെ വയ്ക്കാൻ സാധിക്കില്ല. ഓൺ ദ യുവൊക്കെ മലയാളി തർജ്ജമയുണ്ട്, ആരോ തർജ്ജമ ചെയ്തിട്ടുണ്ട്. തർജ്ജമ നല്ലതല്ല. അപ്പോൾ അത് വന്നപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. ടെർജനിയും അദ്ദേഹത്തിൻ്റെ കവിതകൾ ഗദ്യത്തിൽ എന്നുള്ളത് ഗദ്യഭംഗി മുഴുവൻ കാണാൻ നമ്മുടെ ഡോക്ടർ A.T. മാർക്കോസ് ലോ കോളേജ് പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹം അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈശ്വര അനുഗ്രഹത്താൽ ഒരു നേരത്തെ വായിച്ചിട്ടില്ല. വളരെ കുറച്ച് കോപ്പികളെ പോയിട്ടുള്ളൂ. പ്രാധാന്യം അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അത് അദ്ദേഹം ക്യാൻസർ വന്ന് മരിക്കാറായപ്പോൾ ഒരാഗ്രഹം കാണിച്ചു, ടോൾസ്റ്റോയെ കാണണമെന്ന്. ടോൾസ്റ്റോയ് ഇദ്ദേഹത്തിൻ്റെ ഈ ശൈലിയുടെ തികവുറ്റ അതിനൊരു പെർഫെക്ഷൻ ഉണ്ട്. അതിനാക്ഷേപിച്ചുകൊണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ടോൾസ്റ്റോയ് എഴുതി, ഡോസ്റ്റോവ്സ്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന് ഡോസ്റ്റോവ്സ്കിയും മരണത്തിൽ ശയിക്കണമെന്ന് ക്യാൻസറായിരുന്നു. വിളിച്ചു വന്ന് പറഞ്ഞ ഒറ്റ അപേക്ഷയാണ്, ദൈവം അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ സാഹിത്യത്തിലേക്ക് മടങ്ങി വരണം. സാഹിത്യത്തിന് നിങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ സാഹിത്യത്തെ ഏറ്റവും ഉന്നതമാക്കാൻ നിങ്ങൾക്ക് കഴിയൂ. അത് നന്മയുടെ അങ്ങേയറ്റമാണ്. അങ്ങനെയുള്ളൊരു ധാരാളം പേരുണ്ട്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെന്നേക്കാൾ വലിയ എഴുത്തുകാരനാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട്. എങ്കിലും പൊതുവിൽ നമ്മുടെ നമ്മുടെ പെരുന്തച്ചൻ ഒരു അന്യാപദേശ കഥയാണ്. എല്ലാ രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന അന്യാപദേശ കഥകളിൽ ഒന്നാണ്. അദ്ദേഹം വളരെ വളരെ അനുവാചകരിൽ അതിനെ മുഴുവൻ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുകയും ആലോചനാ വിഷയമാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നല്ല നാടകമാണ്. മറ്റു പല നാടകങ്ങളിലും ഞാൻ പറഞ്ഞ താതാത്മ്യം സൃഷ്ടിക്കുന്ന നാടകങ്ങൾ പണ്ട് വായിച്ചതൊക്കെ അതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയ മെച്ചം ഇതിനേക്കാളെല്ലാം നല്ലത് വലിയ പ്ലേ റൈറ്റ്സ് പലതും ചെയ്യാറുണ്ടല്ലോ. ചിലവർ തനിയെ ചെയ്യാറില്ല. ഇദ്ദേഹം നല്ല സംവിധായകനുമാണ്. 2 പേർ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അല്ല ചന്ദ്രദാസൻ, T.M. എബ്രഹാമിനെ സംബന്ധിച്ചൊരു പ്രത്യേകത ഞാൻ കണ്ടത്, അദ്ദേഹം ക്ലാസിക്സ് ഈജിപ്സ് അദ്ദേഹമാണ് അവതരിപ്പിച്ചത്. നമ്മുടെ ടൗൺ ഹാളിൽ വെച്ച്, ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിൽ വെച്ച്. ഞാനാണത് ഉദ്ഘാടനം ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അതേ കഴിവോടുകൂടി അദ്ദേഹം വെയിറ്റിംഗ് ഫോർ ഗോദോ അതും സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചു. ഹിന്ദി നാടകം പരിഭാഷപ്പെടുത്തി, ഭാരതിയെന്നോ എന്തോ ആണ് പേര് മറന്നുപോയി, അവതരിപ്പിച്ചു. അങ്ങനെ വളരെ നല്ല നാടകങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് ആ നാടകങ്ങൾക്ക് ഉചിതമായ ശൈലി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സംവിധാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. എഴുത്തുകാരൻ സംവിധായകനാണോ എന്നില്ല. ഉദാഹരണത്തിന് ചെക്കോവ് നല്ല നാടകകൃത്താണ്. പക്ഷേ അദ്ദേഹം നാടകത്തെ ആരും അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സദസ്സിനെ പേടിയുമായിരുന്നു. പക്ഷേ സ്റ്റാനിസ്ലാവ്സ്കിയുടെ കൈ കിട്ടിയപ്പോൾ നല്ല സംവിധായകനാണ്, അദ്ദേഹമാണ് ഇത് ആ നാടകമാണ് എന്നാളുകളെ ബോധ്യപ്പെടുത്തിയത്. നമുക്കും അത്തരം സംവിധായകന്മാർ ആവശ്യമാണ്. എബ്രഹാമിനെ പോലെ അധികം പേർ ഈ വൈചിത്ര്യമായ നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള വിരുത് കാണിച്ചിട്ടുള്ളതായി ഞാൻ കണ്ടിട്ടില്ല. C.J. തോമസിന് കഴിയുമായിരുന്നു. പക്ഷേ C.J. തോമസിന് ഒരു സിനിക്കൽ സൈഡുണ്ടായിരുന്നു. ചിലതിനോടൊക്കെ അകർച്ച തോന്നിയാൽ പിന്നെ പോയില്ലോ അടുത്തേക്ക്. ആ പരിമിതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരി, ഏതായാലും ഈ നാടകം പ്രകാശിപ്പിച്ചതിൽ എനിക്ക് അത്യധികമായ സന്തോഷമല്ല, അഭിമാനമുണ്ട്. T.M. എബ്രഹാമിന് നാടകത്തെ പ്രായം ഇല്ലുന്തോറും കൂടുതൽ കഴിവ് നേടും എന്നാണ്. സോഫോക്ലീസൊക്കെ പ്രായം കഴിയും തോറും അവരുടെ കഴിവ് വർദ്ധിച്ചു വരികയാണെന്ന്. കവികൾ കുറയും.
നാടകകൃത്തുക്കൾ ഇപ്പോഴും പ്രായം ചെല്ലുന്തോറും കൂടുതൽ പാകതയും കൂടുതൽ ആവർത്തിക ശക്തിയും നേടുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട നാടകങ്ങൾ മലയാളത്തിനുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചതായി അത്യന്തം വിനയപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. എത്ര അനുഗ്രഹീതമായ ഒരു പ്രകാശന പ്രഭാഷണമാണ് നമ്മൾക്ക് കേൾക്കാനായത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സനുമാഷ് എഴുന്നേറ്റ് ഈ പോഡിയത്തിൻ്റെ അടുത്തെത്തുന്നത് വരെ നമുക്കൊരു ആകുലതയുണ്ട്. സാറ് വരുമ്പോൾ നമുക്കറിയാം സാറിൻ്റെ വാർദ്ധക്യമൊക്കെ. പക്ഷേ ഈ പോഡിയത്തിൽ പിടിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ സനുമാഷ് സംസാരിക്കുന്നതിൻ്റെ ആഴവും വ്യാപ്തിയുമൊക്കെ ഏറെ വ്യത്യസ്തമാവുകയാണ്. ഒരു വാക്കുപോലും അതിനെക്കുറിച്ച് പറയാൻ യോഗ്യതയില്ലാത്തതുകൊണ്ട് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ നന്ദി അറിയിക്കുകയാണ് സനുമാഷിന്. പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ എച്ച് സദാശിവൻ പിള്ള സാറിനെ സംസാരിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. ഏറ്റവും ആദരണീയനായ സനുമാഷ്, ഈ വേദിയിലെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന തോമസ് മാത്യു സാറ്, ചന്ദ്രദാസൻ എൻ്റെ സുഹൃത്താണ്, എബ്രഹാം സാറ്, ചവറ അച്ഛൻ, അഭിജാതമായ സദസ്സെ, വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിനാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഞാൻ വളരെ എൻ്റെ മനസ്സിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാടക കൃത്താണ് ടി.എം. എബ്രഹാം സാർ. അദ്ദേഹം എൻ്റെ ഒരു വഴികാട്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നാടകരംഗത്ത് വർഷങ്ങളുടെ ഒരു പരിചയം അദ്ദേഹവുമായി എനിക്കുണ്ട്. അദ്ദേഹവുമായി വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ നാടക പരിചയവും വിശ്വനാടകവേദിയിലുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ അറിവും എന്നോട് പങ്കുവയ്ക്കാറുണ്ട്. അതെനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് വ്യക്തിപരമായി കടപ്പാട് ഉള്ളവരാണ്. സാനുമാഷിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു നാടക സമാഹാരം പ്രകാശനം ചെയ്യുകയുണ്ടായി. ലൈബ്രറി ഹാളിൽ വെച്ചായിരുന്നു. അദ്ദേഹത്തിനതൊന്നും ഓർമ്മയുണ്ടാവില്ല. കാരണം നൂറുകണക്കിനുള്ള പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ച ഈ മഹൽ വ്യക്തിക്ക് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്ത ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അതുപോലെ കലാധരൻ മാഷ് എൻ്റെ ആ പുസ്തകത്തിന് കവർ ഡിസൈൻ ചെയ്ത ആളാണ്. അദ്ദേഹം അത് ഓർത്തെടുത്തു ഇപ്പം ഞാൻ സംഭാഷണത്തിൽ. തോമസ് മാത്യു സാറ് എൻ്റെ ഒരു ഗുരു സമാനനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് സാഹിത്യ അക്കാഡമിയിലൊരു യുവ വിമർശകരുടെ ഒരു ക്യാമ്പ് നടന്നപ്പോൾ ഞാനതിന് ദിവസങ്ങളിൽ പങ്കെടുത്തിരുന്നു. അതിൽ സാർ 1-2 ക്ലാസ്സുകൾ എടുത്തതായി എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എൻ്റെ ഗുരു സമാനനാണ് എന്ന് പറയാം. എല്ലാവരും തന്നെ വ്യക്തിപരമായ എനിക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധമുള്ളവരാണ്. എബ്രഹാം സാറിൻ്റെ നാടകങ്ങൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൊഴുത്ത കാളക്കുട്ടി രംഗത്ത് അവതരിപ്പിച്ചപ്പോൾ അതിൽ ഞങ്ങളുടെ ആ ഭാഗങ്ങളിൽ, കോട്ടയം ഭാഗങ്ങളിലൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഞാൻ അത് നേരിട്ട് കാണുകയും അതിൽ ജഡ്ജാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരു നാടകകൃത്തിനെ, വ്യത്യസ്തനായ ഒരു നാടകകൃത്തിനെ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ഞാൻ തന്നെ ഞങ്ങളുടെ കോളേജിൽ ഹോൽ എന്ന പക്ഷി എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ നാടകമുണ്ട്. അത് ഞാൻ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചു. പ്രൊമിത്തിയൂസ്, തോമസ് മാത്യു സാർ പിന്നെ ഇവിടെ പറഞ്ഞ പ്രൊമിത്തിയൂസ്, ആ നാടകം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
നാടകങ്ങളെപ്പറ്റി ഒരുപാട് ഞാൻ വായിക്കുകയും എഴുതുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച നാടകത്തിൻ്റെ നാൾ വഴികൾ എന്നും പറഞ്ഞൊരു പുസ്തകം, അതിനകത്ത് ഒരു ലേഖനം ഞാൻ എഴുതുകയുണ്ടായി. വ്യത്യസ്തമായ ഒരു സമീപനമായിരുന്നു ഞാൻ സ്വീകരിച്ചത്. വേറൊന്ന്, അദ്ദേഹത്തിൻ്റെ 2-3 നാടകങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഇടയായി. അതിലൊന്ന് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അത് പബ്ലിഷ് ചെയ്യുകയും നല്ല പ്രതികരണം അതിന് കിട്ടുകയും ചെയ്തു. അത് എൻ്റെ ട്രാൻസ്ലേഷൻ്റെ ഗുണമല്ല, ആ നാടകത്തിൻ്റെ ഒറിജിനൽ നാടകത്തിൻ്റെ ഗുണമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള അവസരങ്ങൾ വന്നപ്പോൾ ഞാൻ കൂടുതൽ ഈ നാടകത്തിനെ പരിചയപ്പെടാൻ നാടകത്തിലൂടെ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഈ നാടകത്തിൻ്റെ നാൾ വഴികൾ എന്ന പുസ്തകം ഇറങ്ങിയപ്പോഴും ഞാനത് എല്ലാ ലേഖനങ്ങളും വായിച്ചു. പക്ഷേ അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ അദ്ദേഹത്തോട് തുറന്ന് പറഞ്ഞത്, ലേഖനങ്ങൾ പലതും ഭാഗികമായി പോയി എന്നുള്ളത്. കാരണം സമഗ്രമായ ഒരു സമീപനം ഈ നാടകങ്ങളോട് ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നി. വ്യക്തിപരമായ അഭിപ്രായമാണ്, വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവാം. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇനിയും ഒരു 2ാം ഭാഗം അതിന് ഇറങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. ആ നാടകങ്ങളിലെ ചില വ്യത്യസ്തങ്ങളായ ആ ലേഖനങ്ങളിൽ ലേഖകർ പറഞ്ഞതിലും വ്യത്യസ്തങ്ങളായ ചില കാര്യങ്ങൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായ പാരായണത്തിൽ കൂടി എനിക്ക് വെളിവായി. അപ്പോൾ അത് ചിലത് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എത്ര സമയമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാറിനോട് പറഞ്ഞ 10 മിനിറ്റ് എടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് എടുക്കാം അല്ലേ? 10 മിനിറ്റ് എടുക്കാമല്ലോ. അങ്ങനെയല്ല പറയേണ്ടത് കാര്യങ്ങൾ കുറേയെങ്കിലും പോയിൻ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വെറും പോയിൻ്റ്. ഒന്ന് എന്ന് പറയുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന മെറ്റഫേഴ്സാണ്, രൂപകങ്ങൾ, നാടകങ്ങളിൽ ഉപയോഗിക്കുന്ന രൂപകങ്ങൾ. ആ രൂപകങ്ങൾ അത് കലാത്മകമാകുന്നത് അത് ദാർശനികമായ ചില സമസ്യകളെ അദ്ദേഹം നാടകത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ്. ഒന്നത് മരണം, മൃത്യുബോധം. ഞാനത് ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പോയിൻ്റ് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് ഇതിനോടൊരു ആഭിമുഖ്യമുണ്ടല്ലോ, മരണത്തോട്, ശരിയല്ലേ? ഒട്ടുമിക്ക മുൻനിര നാടകങ്ങളിൽ ഈ മരണം, മൃത്യു, അതിനെ അദ്ദേഹം ദാർശനികമായ രീതിയിൽ സമീപിക്കുന്നുണ്ട്. തോമസ് മാത്യു സാർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ അവസാനം അത് സ്പർശിച്ച് പോകുന്നുണ്ട്. ഞാൻ എഴുതിയ ലേഖനത്തിൽ 2-3 നാടകങ്ങളെ ഗാഢമായി തന്നെ വിശകലനം ചെയ്ത് മൃത്യു ബോധം എങ്ങനെയാണ് ആ നാടകങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി വായനക്കാർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. അപ്പം അങ്ങനെ മൃത്യു ബോധത്തെ അവതരിപ്പിക്കുന്ന നാടകങ്ങളിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഷ അതൊരു സബ്ലൈം ആയിട്ട് മാറും, ഉദാത്തമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള വേറെങ്ങും പോകേണ്ട കാര്യമില്ല. ഷേക്സ്പീരിയൻ നാടകങ്ങൾ തന്നെ എടുത്താൽ മതി, ഷേക്സ്പീരിയൻ ദുരന്ത നാടകങ്ങൾ എടുത്താൽ മതി. അവിടെയെല്ലാം തന്നെ അവിടുത്തെ അതിൻ്റെ ഹീറോകൾ അല്ലെങ്കിൽ നായകന്മാരെല്ലാം തന്നെ ഈ ബോധമുള്ളവരാണ്. അതിൻ്റെ പര്യവസാനം വരെ അങ്ങനെയാണ്. ആ ബോധം അവതരിപ്പിക്കുമ്പോൾ ഭാഷ തന്നെ കാവ്യാത്മകമാകുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, സാർ അറിയാതെ തന്നെ ഈ ഇൻസ്പയർഡ് റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നു, ഹെവൻസ് ആൻഡ് മൂവ്മെൻറ്റ്സ്, കാളേനൊക്കെ പറഞ്ഞ പോലെ ഇൻസ്പയർഡ് റൈറ്റിങ്ങിൽ കുറേ സംഗീതാത്മകമായ ഭാഷ വരുന്നുണ്ട്. അതെങ്ങനെ വന്നു? അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ജസ്മിനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ വന്നു എന്ന്. അവിടെയാണ് കല എന്ന് പറയുന്ന കലയുടെ ആത്യന്തികമായ ധർമ്മം അവിടെയാണ് നിറവേറ്റപ്പെടുന്നത്. ഭാഷ കാവ്യാത്മകമാകുന്നു എപ്പോൾ ദുരന്തത്തെ അത് അവതരിപ്പിക്കുമ്പോഴാണ്. കാരണം ദുരന്തം ആണ് മനുഷ്യ ജീവിതത്തിൻ്റെ നിതാന്ത സത്യം തന്നെ ദുരന്തമാണ്, അല്ലേ? മരണം, അതിൽ കഴിഞ്ഞ് വേറൊരു സത്യമില്ല. ആ മരണത്തെ അവതരിപ്പിക്കുമ്പോഴാണ് നമ്മളറിയാതെ തന്നെ അത് ദാർശനികമായി പോകുന്നത്, നമ്മുടെ ഭാഷ നമ്മളെ വിട്ടുപോകുന്നതുമെന്ന്. ഹെവൻസ് ആൻഡ് മൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ വിട്ടുപോയിക്കൊണ്ട്
ഭാഷ സംഗീതാത്മകമാകുന്നത് ഈ ദുരന്തത്തെ അവതരിപ്പിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ പാപബോധം, കുറ്റബോധത്തെ അവതരിപ്പിക്കുമ്പോഴും ഈ ഭാഷ ഇങ്ങനെ ആകാറുണ്ട്. മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ തന്നെ ഒരുപാട് ഞാനത് കുറേ, സാറ് നോക്കുന്നുണ്ട് സമയം എടുക്കുന്നുണ്ടോ എന്ന്, കുറേ ഇല്ലസ്ട്രേഷൻസ് പിന്നെ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഇവിടെ അവതരിപ്പിക്കുന്നൊരു സെമിനാർ അല്ലാത്തത് കൊണ്ടും ഈ സദസ്സ് അങ്ങനെ ആണ് ആഗ്രഹിക്കുന്നതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരു വേദി ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി അഗാധമായ രീതിയിൽ നാടകങ്ങളെ സ്പർശിച്ച് പോകാമായിരുന്നു. മറ്റൊന്ന്, ഞാൻ ഈ പാപബോധത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇത് ഈ നാടകങ്ങളിൽ ഈ ദാവീദിൻ്റെ കഥാപാത്രമാകുന്നുണ്ട്, പിലാത്തോസ് കഥാപാത്രമാകുന്നുണ്ട്, അതുപോലെ യയാതി കഥാപാത്രം. യയാതി എന്ന നാടകം അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. യയാതി ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ ഒറിജിനൽ നാടകത്തോട് നമ്മൾ നീതി പുലർത്തണം. അപ്പം നമ്മുടെ ഭാഷ അതേപോലെ തന്നെ, ഇംഗ്ലീഷ് അതേപോലെ തന്നെ ഉരുത്തിരിയണം. ചില മുഹൂർത്തങ്ങളിൽ ഞാൻ അറിയാതെ തന്നെ അങ്ങനെയുള്ള ഭാഷ ഇങ്ങനെ വരികയാണ്. കാരണം ആ നാടകത്തിൻ്റെ, ഒറിജിനൽ നാടകത്തിൻ്റെ ഗുണം അതാണ്. അപ്പം യയാദിയുടെ ആത്മഭാഷണങ്ങളിൽ, പിലാത്തോസിൻ്റെ ആത്മഭാഷണങ്ങളിൽ, അതുപോലെ പിന്നെ കള്ളനെ പോലെ ഒരാളെന്നും പറഞ്ഞൊരു നാടകം, അതാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ വന്നത്. ആ നാടകം ഏറ്റവും പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ആ നാടകം ഒരാളും പോലും അതിനെപ്പറ്റി ഇതേവരെ പരാമർശിച്ചിട്ടില്ലല്ലോ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചെന്താണെന്ന്. ആ നാടകം തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഞാനത് വളരെ ദിവസങ്ങളെടുത്താണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ തന്നെ എൻ്റെ ഇംഗ്ലീഷ് ബോധം എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷ് അധ്യാപകനാണ് ഞാൻ, വർഷങ്ങളോളം സാഹിത്യം പഠിപ്പിച്ചിരുന്ന ആളായതുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷ് ബോധം അവിടെ ഉണരുകയും നല്ല ഇംഗ്ലീഷ് അവിടെ ഉരുത്തിരിയുകയും ചെയ്തു, ഞാനറിയാതെ തന്നെ. അങ്ങനെ ഒരു ഇൻസ്പയർഡ് പിന്നെ റൈറ്റിംഗ് ആണ് ആ നാടകം. അതൊരു മരണത്തെ വെല്ലാനായി ഒരു യുവാവിൻ്റെ യാത്രയാണ് അത് നാടകം. അത് അറിയുന്നില്ല, ഓരോ വിജയപദങ്ങളും താണ്ടി കാലത്തെ അതിജീവിച്ച് മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് താൻ എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള യാത്ര. ഈ യുവാവിൻ്റെ കൂടെ ഒരാളും കൂടെ അനുധാവനം ചെയ്യുന്നുണ്ട്. അവസാനമാണ് തിരിച്ചറിയുന്നത്, ആരാണ് നിങ്ങൾ, ഞാൻ മരണമാണ് എന്ന്. എപ്പോഴും മരണം ഒരു നിഴൽ പോലെ, എലിയറ്റ് പറയുന്നത് പോലെ, ഹു ഈസ് വാക്കിംഗ് അലോങ് യു, ഒരു നിഴൽ നിങ്ങളെ അനുധാവനം ചെയ്യും. ഹു ഈസ് ദാറ്റ് എന്ന് എലിയറ്റ് ഒരു കവിതയിൽ പറയുന്നുണ്ട്. അപ്പം അത് നമ്മളറിയാതെ തന്നെ അത് മൃത്യുവാണ് നമ്മളുടെ കൂടെ എപ്പോഴും നമ്മുടെ നിഴൽ പോലെ നമ്മൾ കൂടെ നടക്കുന്നതെന്ന്. അത് ആ ഒരു വലിയൊരു ദാർശനികമായ ഒരു സമസ്യയാണ് ആ നാടകം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ യയാതി എന്ന് പറഞ്ഞാൽ ജീവിത സുഖങ്ങൾക്ക് വേണ്ടി സ്വന്തം മകൻ്റെ യൗവനം കടം വാങ്ങിയ യയാതി അവസാനം തിരിച്ചറിയുന്നു, ഈ ലൗകിക സുഖങ്ങളൊക്കെ തന്നെയും നിരർത്ഥകമാണ്. അത് പിന്നെ യൗവനം തിരിച്ചു കൊടുത്ത് മരണത്തെ പുൽകുന്ന ഒരു നാടകമാണ് അത്. ഈ ഇതിഹാസങ്ങളുടെ അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഒക്കെ മാഷ് സൂചിപ്പിച്ചതുപോലെ ചില നാടകീയ മുഹൂർത്തങ്ങൾ എടുത്തുകൊണ്ട് സ്വന്തമായ ഇൻ്റർപ്രട്ടേഷൻ നൽകുന്ന നാടകങ്ങളാണ് വളരെ അതിശയത്തോടു കൂടി തന്നെ വായിക്കുവാൻ അല്ലെങ്കിൽ പിന്നെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളത്. നാടകത്തിൻ്റെ ലിറ്ററേച്ചർ, ഇപ്പം നാടകം എന്ന് പറയുമ്പോൾ ചന്ദ്രഹാസനൻ്റെ സുഹൃത്താണ് അദ്ദേഹം, അറിയപ്പെടുന്ന സംവിധായകനാണ് അദ്ദേഹം. പല നാടകങ്ങളും സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്നത് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട്. ഈ നാടകം എന്ന് പറയുന്നതിൻ്റെ നാടകം അതിൻ്റെ ലിഖിത രൂപം 1, 2 അത് അവതരിപ്പിക്കുന്ന പിന്നെ മാധ്യമം, നടൻ, 3 ഇത് നിങ്ങളിവിടെ ഇല്ലെങ്കിൽ നാടകമില്ല, പ്രേക്ഷകൻ വേണ്ടേ. പക്ഷേ ഇതിലേതിനാണ് മുഖ്യ പ്രാധാന്യമുള്ളത്? ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഇവരുടെയൊക്കെ ഒരു തലമുറ വന്നപ്പോഴാണ് ഇത് നാടകത്തിന് ഒരു ധ്വനിപാഠം വേണമെന്നും
അത് സംവിധായകൻ്റെയാണ് നാടകം എന്നുള്ള ഒരു തിയറിയിലേക്കൊക്കെ പെർഫോമൻസ് ടെക്സ്റ്റ് എന്ന് പറയും അതിന്. ഒരു നാടകത്തിൽ നിന്ന് പെർഫോമൻസ് ടെക്സ്റ്റ് എടുത്തിട്ട് അവർക്ക് അവരുടേതായ ഇൻ്റർപ്രട്ടേഷൻ കൊടുത്തുകൊണ്ട് അത് വേദിയിൽ അവതരിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ അവതരണം ഇത് വെറും കാലികമല്ലേ? അല്ലെങ്കിൽ ഇത് ഈ കാലഘട്ടം കഴിയുമ്പോൾ ഈ പെർഫോമൻസ് ടെക്സ്റ്റ് അപ്രസക്തമാകില്ലേ? ചിലപ്പോൾ അതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അവിടെ നിതാന്തമായി നിലനിൽക്കുന്നത്, ശാശ്വതമായി നിലനിൽക്കുന്നത് റിട്ടൺ ടെക്സ്റ്റ് തന്നെയാണ്. ഷേക്സ്പിയറുടെ നാടകങ്ങൾ കാലത്തെ അതിജീവിച്ചത് എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ സാഹിത്യം തന്നെയാണ്, ലിറ്ററേച്ചറാണ്, നാടകമാണ്. നാടകം അവിടെയുണ്ട്, അതിനെ പല രീതിയിൽ അവതരിപ്പിക്കാം അല്ലേ? ആഫ്രിക്കയിൽ ഷേക്സ്പിയറെ അവതരിപ്പിച്ചു, ഇന്ത്യയിൽ അവതരിപ്പിച്ചു, ഇംഗ്ലണ്ടിൽ അവതരിപ്പിച്ചു, എലിസബത്തൻ കാലഘട്ടത്തിൽ അവതരിപ്പിച്ചു. ഇതെല്ലാം വ്യത്യസ്തമാണ്, അതൊക്കെ തന്നെ കാലികമാണ്. അതോടെ തീർന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഷേക്സ്പിയറുടെ എലിസബത്തൻ ടൈമിൽ ഈ ഷേക്സ്പിയറിയൻ നാടകങ്ങൾ അവതരിപ്പിച്ചത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അതിൻ്റെ കുറേ ഹിൻറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ 2-3 നാടകങ്ങൾ SB കോളേജിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ ചില ഹിൻറ്റുകൾ മാത്രമേ അതിനകത്തുള്ളൂ, എങ്ങനെയാണ് എലിസബത്തൻ തിയേറ്റർ എന്നുള്ളത്. അതിന് വ്യവസ്ഥാപിതമായി യാതൊരു തെളിവുകളുമില്ല. അത് പിന്നെ സംവിധായകൻ അവരുടെ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് വീണ്ടും ഇത് സർവൈവ് ചെയ്യുന്നു, കാലത്തെ അതിജീവിക്കുന്നു. ഷേക്സ്പിയറിയൻ നാടകങ്ങൾ കാലത്തെ അതിജീവിക്കുന്നു. എവിടെയാണത് അതിജീവിക്കുന്നത്? പെർഫോമൻസ് ടെസ്റ്റിലാണോ അതോ ലിറ്ററേച്ചറിലാണോ? തീർച്ചയായും ലിറ്ററേച്ചറിലാണ് അല്ലേ? നമ്മളത് അംഗീകരിച്ചെങ്കിലേ പറ്റൂ. മാത്രമല്ല, ഇത് സദസ്സിനെ നമ്മൾ എന്താ പറയുന്നത്, സദസ്സിനെ ഒന്ന് ബഹുമാനിക്കണ്ടേ? അപ്പോൾ സംവിധായകന് അയാളുടെ രീതിയിൽ പെർഫോമൻസ് ടെക്സ്റ്റ് അയാളുടെ രീതിയിൽ നിർമ്മിച്ചെടുക്കുകയും അത് അവതരിപ്പിച്ചിട്ട് ഇതാണ് ഫൈനൽ എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ട് നമ്മളിത് കണ്ടിട്ട് ഇറങ്ങുകയാണ്. പക്ഷെ കണ്ടിറങ്ങി കഴിയുമ്പോൾ ഒരു എബോവ് ആവറേജ് ആസ്വാദകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നാറുണ്ട്, ഇതാണോ ശരിയായ നാടകം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ നാടക സാഹിത്യം അവിടെ നിൽക്കുന്നു. എബ്രഹാം സാറിൻ്റെ നാടകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ലിറ്ററേച്ചറാണ്. ലിറ്ററേച്ചറിനെ അവഗണിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുന്നത് എങ്ങനെ? ഞാൻ ചില സംഭാഷണങ്ങൾ വായിക്കാം. ഇത് ചന്ദ്രദാസനോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെ അവതരിപ്പിക്കും? ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയൊന്നുമല്ല. എൻ്റെ സുഹൃത്തായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ തിയേറ്ററുമായിട്ട് ആദ്യകാലങ്ങളിൽ കുറച്ചൊക്കെ ഞാൻ ബന്ധപ്പെട്ടതുകൊണ്ടും എന്നെ വിളിച്ച് കുറച്ച് ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ടും എൻ്റെ തന്നെ സുഹൃത്തായതുകൊണ്ടും ഞങ്ങളെ ഒരേ ഗൈഡിൻ്റെ കീഴിൽ റിസർച്ച് ചെയ്തതുകൊണ്ടും നരേന്ദ്രപ്രസാദ് സാറിൻ്റെ കീഴിൽ ഞങ്ങൾ ഒരുമിച്ച് റിസർച്ച് ആരംഭിച്ചവരാണ്. അത് ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ചില എബ്രഹാം സാറിൻ്റെ ഡയലോഗുകൾ വായിക്കാം. താങ്കൾ എങ്ങനെയാണിത് സ്റ്റേജിൽ അവതരിപ്പിക്കുക? ഇതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ താങ്കൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കും എന്ന ഒരു ഉത്തരം മാത്രമേ എനിക്ക് കിട്ടിയാൽ മതി. 2-3 ഡയലോഗ്. യയാതിയുടെ ഒരു സോളിലോക്കിയാണ്. മനുഷ്യജീവിതം എത്രയോ ക്ഷണഭങ്കുരമാണ്. 1000 പൂർണ്ണചന്ദ്രന്മാർ ആകാശദേശത്ത് ഉദിച്ചുയരുന്നത് കാണാൻ കാത്തിരിക്കുമ്പോൾ, 1000 കാമിനിമാരുടെ കടാക്ഷങ്ങളിലെ സൂര്യനാകാൻ കൊതിച്ചിരിക്കുമ്പോൾ, കാണാത്ത ദേശങ്ങളിലെ കേൾക്കാത്ത നിധിപ്പെട്ടി പിടിക്കുവാൻ നനച്ചിരിക്കുമ്പോൾ, ഒരു ശാപം പോലെ വാർദ്ധക്യം നമ്മെ ബാധിക്കുന്നു. ഇങ്ങനെയൊരു ഡയലോഗ്. ഇപ്പം ഇതിനെ അവഗണിച്ചുകൊണ്ട് ഒരു പെർഫോമൻസ് ടെസ്റ്റ് എങ്ങനെ സാധിക്കും? അല്ലെ, എൻ്റെ സംശയമാണ്. ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിനത് സാധിക്കാം. ഈ ഇങ്ങനെയുള്ള ഡയലോഗുകളുടെ ആ സബ്ലിമിറ്റി, അല്ലെ പ്രൊഫൗണ്ടിറ്റി എന്നൊക്കെ പറയും. ഇംഗ്ലീഷിലെ ഒരു വിമർശകനുണ്ട്, ഈ 18th സെഞ്ച്വറി കാർലൈനാണ്. അദ്ദേഹം ഈ ഷേക്സ്പീരിയൻ ഭാഷകളിലെ ചില ഈ പ്രൊഫൗണ്ടായിട്ടുള്ള രംഗങ്ങളെ അദ്ദേഹം വിശകലനം ചെയ്തിട്ടുണ്ട്. അതായത് ഉദാത്തമായ ഭാഷയിലേക്ക് ഇത് ഉയരുന്നത് അദ്ദേഹം വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭം, ഇതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നില്ല. ഒരു സെമിനാർ ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു. ഒരുപാട് സന്ദർഭങ്ങൾ എബ്രഹാം സാറിൻ്റെ നാടകങ്ങളിലുണ്ട്. പേരില്ലാത്ത ഒരാളെന്ന് പറഞ്ഞ് ഒരു നാടകമുണ്ട്. അതിൽ മരണത്തെ ജീവിതത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ഭൗതിക ജീവിതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവസാനം വൃദ്ധസദനത്തിൽ അഭയം തേടിയ 3-4 കഥാപാത്രങ്ങളാണ് അതിലുള്ളത്.
അത് അവർ ജീവിതം വ്യർത്ഥമാണെന്ന് അവർ പിന്നെ തിരിച്ചറിയുകയും അതിൽ സദാനന്ദൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം മാത്രം മരണത്തെ തോൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സദാനന്ദൻ പിന്നെ സാഹിത്യകാരനാണ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു മെസ്സേജ് അവിടെ നൽകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് കലാകാരന്മാർക്ക് മരണമില്ല എന്നുള്ളത്. മരണത്തെ ഒരു ചെസ്സ് കളിയിൽ കൂടി, സെവൻത് സീലിൽ ബഗ്മാൻ്റെ സെവൻത് സീൽ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയുണ്ടല്ലോ, അതിൽ ചെസ്സ് കളി മരണവുമായിട്ടുള്ള ഒരു ചെസ്സ് കളിയാണ്. ഇവിടെ ഈ ചെസ്സ് കളിയിൽ മറ്റ് കഥാപാത്രങ്ങളെല്ലാം തന്നെ മരണത്തിന് കീഴ്പ്പെടുകയും സദാനന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, സാഹിത്യകാരൻ മരണത്തെ തോൽപ്പിക്കുകയും ചെയ്യുന്ന അതിശക്തമായ ഒരു മെസ്സേജ്, ഒരു സന്ദേശം അദ്ദേഹം നാടകത്തിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവസാനം ഈ സദാനന്ദൻ പറയുന്നു, നേർത്ത കാറ്റിൽ ഒരു പൂവിൻ്റെ ഇതൾ നെറ്റിയിൽ സ്പർശിക്കുന്നത് പോലെ മൃദുലമായ തലോടൽ, അപ്പോൾ സ്നേഹത്തിൻ്റെ നിറഞ്ഞ കൈകൾ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ എൻ്റെ ആത്മാവിനെ കയ്യിലെടുത്തു എന്ന് ഈ ഇങ്ങനെയുള്ള പിന്നെ ഭാഷയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സംവിധായകന് നാടകത്തിൽ കടന്നു കയറി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നാടകം അവിടെ മരിക്കുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ചില മെറ്റഫേഴ്സ് ഉണ്ട്, രൂപകങ്ങൾ, മഞ്ഞ്, കാറ്റ്. മുൻനിര നാടകങ്ങളിലെല്ലാം ഈ മഞ്ഞ് വലിയൊരു കഥാപാത്രമാണ്. ഒരു നാടകത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇതിലുടനീളം മഞ്ഞും കാറ്റും ഉണ്ടെന്ന്. മഞ്ഞ് എന്ന് പറയുന്ന MDയുടെ മഞ്ഞ് എന്നുള്ള നോവൽ നിങ്ങൾക്ക് പിന്നെ പരിചിതമാകും. അതൊരു മെറ്റഫറാണ്, അവ്യക്തമായ ജീവിതത്തിൻ്റെ മെറ്റഫർ, അല്ലെ കാത്തിരിപ്പിൻ്റെ മെറ്റഫർ, അല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ മെറ്റഫർ, എങ്ങനെ വേണേലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. അങ്ങനെ മഞ്ഞ് ഇത് വലിയൊരു പിന്നെ മെറ്റഫറായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ചെസ്സ് കളി ഒരു മെറ്റഫറാണത്. അങ്ങനെ ഒരുപാട്, അത് തന്നെ ഒരു പഠനമാണ്. കാവ്യബിംബങ്ങൾ, കഥാപാത്രങ്ങൾ തന്നെ കാവ്യബിംബങ്ങളാകുന്നത്. ഇപ്പം റിയലിസ്റ്റിക് നാടകങ്ങളിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അത് പ്രകടമായ ഒരു പിന്നെ കഥാപാത്രമായിരിക്കും, നമുക്കറിയാവുന്ന കഥാപാത്രമായിരിക്കും. പക്ഷേ 3 ഡൈമെൻഷണൽ കഥാപാത്രങ്ങളായിരിക്കണം. അതായത് ത്രിമാനങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു കഥാപാത്രം രംഗത്ത് വരുമ്പോൾ ആ കഥാപാത്രത്തെ നമ്മൾ കാണുന്നു, പ്രകടമായി കാണുന്നു. രണ്ടാമത് ഈ കഥാപാത്രം ഇതല്ലല്ലോ എന്ന് നമ്മുടെ പിന്നെ അർദ്ധബോധ മനസ്സ് പറയുന്നു. പിന്നെ അബോധ മനസ്സ്, നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഭാരമായി നമ്മുടെ അബോധ മനസ്സിൽ ഈ കഥാപാത്രം നിൽക്കുന്നു. അങ്ങനെ ത്രിമാനങ്ങളായ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലേ പരിപൂർണമായ കഥാപാത്ര സൃഷ്ടി ഉണ്ടാവുള്ളൂ. ഇത് ഈ ആധുനിക സംവിധായകന്മാരുടെ മനസ്സിലുണ്ടോ എന്നറിയില്ല. അവരുടേതായ ഇൻ്റർപ്രട്ടേഷൻസാണ് നൽകുന്നത്. പക്ഷെ അത് പലപ്പോഴും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അതെന്താണ് അവരുടെ ടെക്നിക്കുകൾ. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ 2 മാസത്തെ ഒരു കോഴ്സ് ഈ കോളേജ് അധ്യാപകർക്കുണ്ടായിരുന്നു. ഞാനും അതിനകത്ത് ഒരു ആളായിരുന്നു. അവിടെ ഈ കുട്ടികൾ പിന്നെ ഹാരോൾഡ് പിൻറ്ററിൻ്റെ ബർത്ത്ഡേ പാർട്ടി എന്നും പറഞ്ഞൊരു നാടകം അവതരിപ്പിച്ച്, അപ്പോൾ അത് ഒരു മരത്തിൻ്റെ ഒരു ശാഖകളുള്ള പിന്നെ ഇലകളൊന്നും ഇല്ലാത്ത ഒരു മരം, അതാണ് ബർത്ത്ഡേ പാർട്ടി യുടെ ഒരു പിന്നെ സ്റ്റേജ് പ്രോപ്പർട്ടി അതാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ചിലർ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നതാണ്, ചിലർ ഏറ്റവും താഴെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ഡയലോഗ് പറയുമ്പോൾ ഒരാൾ ചാടി വേറൊരു ശാഖയിൽ പിടിച്ചിട്ട് ഊഞ്ഞാലാടിക്കൊണ്ട് സംസാരിക്കുന്നു. ഈ ബർത്ത്ഡേ പാർട്ടി എന്ന പിന്നെ അതെനിക്കറിയാവുന്ന നാടകമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിന് ചർച്ച വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങളിത് ഒരാൾ അതിൻ്റെ മേളിൽ കയറുന്നു, ഒരാൾ അത് കഴിഞ്ഞ് താഴേക്ക് ചാടുന്നു, ഒരാൾ അത് ഞാന്ന് കിടന്ന് സംസാരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, സമയം കുറവാണ്, അതുകൊണ്ട് നിർത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, ഇതെന്താണ് ഇതിൻ്റെ മീനിങ്? അപ്പോൾ സാറിന് ഇത് വല്ലതും അറിയാമോ, ഈ നാടകം അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് 2 വർഷം ഞാൻ PG ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്, എനിക്കറിയാവുന്ന നാടകമാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ആ നാടകത്തിൻ്റെ അവതരണം ഇങ്ങനെ ആണെങ്കിൽ പിന്നെന്താണ് നാടകം അവതരിപ്പിച്ചുകൊണ്ടുള്ള ഇത്? കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? അബ്സ്ട്രാക്റ്റായി നമുക്കെപ്പോഴും നാടകം സുതാര്യമായിരിക്കണം. നിങ്ങളുമായി ഞാൻ അവതരിപ്പിക്കുന്ന സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഇതിനെന്താ പ്രയോജനം?
പലപ്പോഴും പല നാടകങ്ങളും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇറങ്ങിപ്പോവുകയാണ്. ആ ഉദാത്ത പിന്നെ ഉത്കൃഷ്ടം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങിപ്പോയിരുന്നു. നമ്മളല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മോശക്കാരനാവും. ഓ നിങ്ങൾക്കിത് അറിയില്ല, നാടകം അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയും. പക്ഷെ അത് ഇതെൻ്റെ വ്യക്തിപരമായ ചില പിന്നെ ആശയങ്ങൾ ഞാൻ പങ്കുവച്ചു. എബ്രഹാം സാറിനോട് ഞാനിത് സംസാരിക്കാറുണ്ട്. ഫോണിൽ കൂടി ഫോൺ വയ്ക്കില്ല അദ്ദേഹം, കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലോകകാര്യങ്ങൾ, നാടകങ്ങൾ, ഇത് അനുഭവങ്ങൾ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വലിയ മഹത്തായ ഈ ഒരു പുസ്തകം ഏറ്റുവാങ്ങാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയതിലും സന്തോഷമുണ്ട്. അതേപോലെ തന്നെ മലയാളത്തിൽ ഇപ്പം സി ജെ കഴിഞ്ഞാൽ CN കഴിഞ്ഞ ശ്രീകണ്ഠൻ നായർ, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഗുരുനാഥനായ നരേന്ദ്രപ്രസാദ് സാറൊക്കെ കഴിഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയണേ, ഭാവഗംഭീരമായ ആ ഒരു നാടക തലത്തിലേക്ക് പിന്നെ ഉയർന്ന നാടകകൃത്തുക്കൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സമയം വളരെ കുറവാണ്, ദയവായി ചുരുക്കുന്നു. നീയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു സെമിനാർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരാൻ തയ്യാറാണ്. അത് ചാവറ അച്ഛനോട് ഞാനത് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഈ വേദിയിലിരിക്കുന്നതിൽ ഏറ്റവും ഇളയത് ഞാനാണ്. അപ്പം നമുക്കൊരു 1.5 മണിക്കൂർ കൂടുതൽ ഒരുമിച്ചിരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാണ്. തീർച്ചയായും നമ്മുടെ സദാശിവൻ സാറ് സംസാരിച്ച ഓരോ വാക്കിലും ആഴമുള്ള ദർശനങ്ങളുണ്ടായിരുന്നു. എന്തായാലും ചന്ദ്രദാസൻ സാറ് ആശംസ പറയുമ്പോൾ അതിനെന്തെങ്കിലും ഉത്തരം പറയും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് നന്ദിയോടുകൂടി പുസ്തകം ഏറ്റുവാങ്ങി സംസാരിച്ച സദാശിവൻ സാറിനെ ഓർക്കുകയാണ്. പുസ്തകത്തെ പരിചയപ്പെടുത്തുവാനായിട്ട് NE സുധീർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മുമ്പേ പ്രസംഗിച്ച ശ്രീ സദാശിവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി എന്തു പറയാനെന്നൊരു ആശങ്കയോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തേണ്ട പ്രാഥമികമായ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സാമാന്യ ദീർഘമായ സംഭാഷണത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലുതായൊന്നും പുസ്തകത്തെക്കുറിച്ച്, ഒരുപക്ഷെ പുസ്തക പ്രകാശന ചടങ്ങിൽ പുസ്തകത്തെക്കുറിച്ച് അധികം പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അച്ഛൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ഇവിടെ ഒരു പ്രകാശനത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, പുസ്തക പ്രകാശനം ഒഴിവാക്കുക എന്ന് പറയുന്നത് എന്നിലെ വായനക്കാരൻ എന്നോടെന്നും ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. വായനക്കാരൻ്റെ ഇഷ്ടങ്ങളിലേക്ക്, അവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്ന ഒരു അധിനിവേശമാണ് പുസ്തക പ്രകാശനം എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ വായനയെ, നമ്മുടെ സ്വാഭാവികമായ വായനയെ തള്ളിമാറ്റിക്കൊണ്ട് മറ്റൊരു പുസ്തകം ഇടയിൽ കയറി വന്ന് സമയബന്ധിതമായി വായിക്കാൻ നിർബന്ധിതനാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് പലപ്പോഴും സ്നേഹനിർബന്ധങ്ങളെപ്പോലും തള്ളിപ്പറഞ്ഞ് ഒരുപക്ഷെ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാവാറാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റാത്തത്ര സ്നേഹവും ബഹുമാനവും ഉള്ള, പ്രത്യേകിച്ചും അബ്രഹാമിനോടും അതുപോലെ തന്നെ അദ്ദേഹം വ്യാപരിക്കുന്ന നാടകത്തോടും ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഏറ്റത്. നാടകമെന്ന് പറയുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നാടക സാഹിത്യം അത്രയൊന്നും പുഷ്കലമായിക്കൊണ്ടിരിക്കുന്നൊരു കാലത്തിലൂടെയല്ല കടന്നു പോകുന്നത്. അതേസമയം ലോക സാഹിത്യത്തിൽ അത് തിരിച്ചാണ് എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. 21ാം നൂറ്റാണ്ടിൽ 2 നാടകകൃത്തുക്കൾക്കാണ് നോബൽ സമ്മാനം കിട്ടിയത്. കഴിഞ്ഞ വർഷം കിട്ടിയ നോർവീജിയൻ എഴുത്തുകാരൻ യോനെ ഫോസയും ഹറോൾഡ് പിൻറ്ററും. അവിടെയും ഒരു പ്രശ്നമുണ്ട്. അവർക്കൊക്കെ നോബൽ സമ്മാനം കിട്ടുമ്പോൾ അവർ മറ്റെന്തെങ്കിലും സാഹിത്യ രൂപത്തിൽ പ്രവർത്തിച്ചു. യോനെ നോവൽ എഴുതിയത് കൊണ്ട് അദ്ദേഹം നോവലിസ്റ്റ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു നാടകകൃത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം പോലും നാടകത്തിനാണ് എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇബ്സൻ സമ്മാനം $2,75,000, ഏകദേശം 2.5 കോടി രൂപയാണ് ഇബ്സൻ സമ്മാനം, യൂറോപ്പിലെ ഏറ്റവും നല്ല നാടകത്തിനുള്ള. അത് കിട്ടിയ ആളാണ് യോനെ ഫോസെ. അപ്പം അങ്ങനെ നാടകം വേറെ രീതിയിൽ ലോകസാഹിത്യത്തിൻ്റെ ഭൂമികയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് മലയാളത്തിലെ നാടക
സാഹിത്യത്തിനും നാടക അവതരണത്തിനും വലിയ രീതിയിൽ പ്രാമുഖ്യം കൊടുക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദീർഘകാലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ടി എം എബ്രഹാമിനെ പോലുള്ള ആളുടെ നാടകങ്ങളുടെ ഒരു പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നൊരു സന്തോഷം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഒരു അപരാധത്തിൻ്റെ പ്രശ്നം കൂടി എൻ്റെ മുന്നിലുണ്ട്. നാടകത്തെക്കുറിച്ച് നാടകം ഇത്രയധികം വായിക്കുകയും നാടകത്തെക്കുറിച്ച് ഇത്രയധികം എഴുതുകയും ചെയ്ത മറ്റൊരു നിരൂപകൻ സാനുമാഷ പോലെ മലയാളത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെയാണ് തോമസ് മാത്യു സാറും നാടകത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞതുപോലും ഏകാംഗ നാടകത്തിൻ്റെ എങ്ങനെയാണ് ഇത് രൂപം കൊള്ളത് ഉണ്ടായത് എന്നതിനെക്കുറിച്ചൊക്കെയാണ്. അങ്ങനെ ചെയ്തിരുന്ന ഒരാൾ ഇന്ന് മലയാളത്തിലെ നാടകവേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മിക്കുന്ന ഒരു പേരാണ് ലോകധർമ്മയുടെ ചന്ദ്രദാസൻ. ഇവരൊക്കെ നിൽക്കുന്നൊരു വേദിയിൽ നാടകത്തെക്കുറിച്ച് പറയുന്നത് തീർച്ചയായും എന്നെപ്പോലൊരാൾ നിൽക്കുന്നത് അപരാധമാണെന്ന് എനിക്കറിയാം. എന്നാലും ഈ സ്നേഹത്തിൻ്റെ മുന്നിൽ നാടകമെന്ന സാഹിത്യത്തോടുള്ള ഒരു പ്രത്യേകമായ ഇഷ്ടം കൊണ്ട് മാത്രം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ നാടകത്തെക്കുറിച്ച് ചെറിയ 1-2 നാടകങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി അധികം പറയാനുള്ള അത് ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ഈ സമുച്ചയത്തെ 36 നാടകങ്ങളിലെ പരിചയപ്പെടുത്താൻ ആദ്യം പരിചയത്ത് വരുമ്പം ഇന്നെനിക്ക് തോന്നുന്ന ഒരു ചോദ്യം, സൗന്ദര്യമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ചോദ്യമാണ്. ഇന്നത്തെ ദിവസം കേരളം അടിസ്ഥാനപരമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ആലോചിക്കേണ്ടി വരില്ല എന്ന് കരുതിയ ഒരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നൊരു ദിവസത്തിൽ സൗന്ദര്യമെന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യത്തോടെയാണ് ഈ നാടകത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. സൗന്ദര്യം എന്നതിൻ്റെ 2 വൈരുദ്ധ്യത്തിലാണ് കറുപ്പും വെളുപ്പും നിൽക്കുന്നത് എന്ന് തെറ്റായി ഒരു കാഴ്ചപ്പാടോ നിലനിൽക്കുന്നൊരു സമൂഹത്തിലാണ് കീറി മുറിച്ച കണ്ണ് എന്ന അബ്രഹാമിൻ്റെ നാടകത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആ നാടകം അടിസ്ഥാനപരമായി അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലേക്കുള്ളൊരു പ്രവേശികയാണ് എന്ന് ഞാൻ ധരിക്കുകയാണ്. ആ നാടകം അന്ധരായ കുറേ കൂട്ടരുടെ ലോകത്തിലേക്ക് കാഴ്ചയുള്ള ബെനഡിക്റ്റ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം കടന്നു വരികയാണ്. ആ കഥാപാത്രം കടന്നു വരുമ്പോൾ കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും തമ്മിൽ, കണ്ണിൻ്റെ കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും തമ്മിലുള്ള സൗന്ദര്യത്തെക്കുറിച്ചുള്ള സംഭാഷണത്തോടെയാണ് ആ നാടകം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സൗന്ദര്യം എന്നാൽ എന്താണെന്ന് ഈ അന്ധരായവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവരെന്താണ് ഈ സൗന്ദര്യം എന്ന ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ബെനഡിക്റ്റ് വല്ലാതെ കുഴയുകയാണ്. സൗന്ദര്യം എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് അത്ര എളുപ്പമൊന്നും ഉത്തരം കിട്ടുകയില്ല. അദ്ദേഹം ഊഹിച്ചെടുത്ത് പറയുന്നത് അത് ദൈവത്തെ പോലെ ഉള്ള ഒരു പൂർണ്ണതയിലേക്ക് എത്താനുള്ള മനുഷ്യൻ്റെ എന്തോ ഒരു അധ്വാനമാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അടിസ്ഥാനപരമായി അതൊരു വളരെ ശരിയായ ഒരു സത്യമായ ഒരു യാഥാർത്ഥ്യമായ ഒരു വസ്തുതയും കൂടിയാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഏറ്റവും സമഗ്രമായി ഏറ്റവും പൂർണ്ണതയിൽ നമ്മുടെ മനസ്സിലുള്ളത് അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ്. അതാണ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പവും അങ്ങനെയാണ്. എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ എന്തോ ഒന്നിനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ള തലത്തിലാണ് ദൈവത്തെ മനുഷ്യൻ ഏതെങ്കിലും കാലത്ത് സൃഷ്ടിച്ചെടുത്തിരിക്കുക. ഇന്നത്തെ ദൈവത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് മറ്റു പലതുമായിപ്പോയി എന്നുള്ളത് വേറെ. അപ്പോൾ അത്തരത്തിലുള്ള സൗന്ദര്യാംശത്തെ എങ്ങനെയാണ് മനുഷ്യൻ കണ്ടെത്തുക എന്നുള്ളതാണ് സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് ബെനഡിക്റ്റ് പറഞ്ഞു. മറ്റവർക്കത് മനസ്സിലാവുന്നൊന്നുമില്ല. അപ്പം സൗന്ദര്യം എന്ന് പറയുന്നത് സൃഷ്ടിക്കലാണ് കലയുടെ അടിസ്ഥാനപരമായ ധർമ്മം എന്ന് സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ തത്വം ആയി നമ്മളെപ്പോഴും എല്ലാ കാലത്തും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. സൗന്ദര്യ നിർമ്മാണമാണ്, സംസ്കാര നിർമ്മാണമല്ല കലയുടെ ലക്ഷ്യം എന്ന് ലോകം തിരിച്ചറിയുന്നൊരു കാലം കൂടിയാണിത്. നമുക്ക് ഇന്ന് തന്നെ അറിയാം, കലാകാരന്മാരൊന്നും സംസ്കാരമുള്ളവരാവണമെന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടൊരു ദിവസം കൂടിയാണെന്ന്. അപ്പോൾ അടിസ്ഥാനപരമായി കല മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ടി എം അബ്രഹാമിൻ്റെ നാടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സൗന്ദര്യ പ്രവേശിക്കുകയാണ്. ഒരു സൗന്ദര്യാംശം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നാടകത്തിലൂടെ മനുഷ്യാവസ്ഥയുടെ സമഗ്രതയിലേക്കുള്ള അന്വേഷണമായി അതിനെ വികസിപ്പിക്കുകയും അതിലൂടെ ഒരു സൗന്ദര്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ നാടകം ഇത്തരത്തിലുള്ള ദൈക്ഷണികമായ ഒരു അന്വേഷണത്തെ, കാഴ്ചയും കാഴ്ചപ്പാടും തമ്മിലുള്ള മനുഷ്യൻ എന്താണ് കാണുന്നത് എന്നുള്ളതും അത് നമ്മൾ കണ്ണിലൂടെയാണോ കാണുന്നത് അല്ലെങ്കിൽ ആന്തരികമായ കാഴ്ചയിലൂടെയാണോ എന്ന അന്വേഷണം. ഈ ആന്തരിക കാഴ്ചയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഒരാളെ സർഗാത്മകനാക്കുന്നത്. അത്തരത്തിലൊരു സർഗാത്മക സ്ഥിതി ഉള്ളത് കൊണ്ടാണ് അബ്രഹാമിന് ഇത്തരത്തിലുള്ള നാടകങ്ങൾ എഴുതാൻ കഴിഞ്ഞുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ പ്രമേയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇത്തരം ദാർശനികമായ ചില സമസ്യകളാണ്. മനുഷ്യവംശം, അത് മരണത്തെക്കുറിച്ചാണെന്നല്ല, അത് അടിസ്ഥാനപരമായി ജീവിതത്തെക്കുറിച്ചാണെന്ന് പറയുന്നതായിരിക്കും കുറേ കൂടി ശരി.
ജീവിതത്തിലൊരു പ്രഹേളിയായിട്ട് മാത്രമേ മരണത്തെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം മരണത്തെക്കുറിച്ചല്ല, ജീവിതത്തെക്കുറിച്ചുള്ള പ്രഹേളികൾ. ഇതിൽ ഈ പല നാടകങ്ങളിലും ഇത് മനുഷ്യൻ്റെ ദുരിതത്തെക്കുറിച്ച്, ദുരന്തത്തെക്കുറിച്ച്, അവൻ്റെ വ്യഥകളെക്കുറിച്ചൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ എവിടെയോ അന്തർധാരയായിട്ട് ഒരു പ്രകാശത്തിൻ്റെ ഒരു ചെറിയ രശ്മി ചേർത്ത് വെക്കാൻ അബ്രഹാമിലെ നാടകത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ നാടകങ്ങളും ഞാൻ വായിച്ചില്ല, 36 നാടകങ്ങളൊരു സമാഹാരമാണിത്. ഇതിൽ 1-2 നാടകങ്ങളെക്കുറിച്ച് കൂടി ഞാൻ പരാമർശിക്കാം. ആദ്യം പറഞ്ഞത് സാനുമാഷ് പറഞ്ഞ പെരുന്തച്ചൻ എന്ന് പറയുന്ന, അത് നമ്മളെല്ലാം കേട്ടറിഞ്ഞത് പെരുന്തച്ചൻ്റെ കഥ അറിയാത്തവരൊന്നുമില്ല. പക്ഷേ ഈ നാടകം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആ കഥ മുന്നോട്ട് വയ്ക്കുന്ന വലിയ സമസ്യകളുമായിട്ടൊരു മുഖാമുഖത്തിൽ നേരിടേണ്ടി വരികയാണ്. അതൊട്ടും തന്നെ മടുപ്പുള്ള, നമുക്കറിയാവുന്നൊരു കഥ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അത് വ്യത്യസ്തമായൊരു സാഹിത്യ രൂപത്തിലൂടെ വായിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും മടുപ്പുളവാക്കാം. പക്ഷേ അങ്ങനൊരു മടുപ്പുളവാക്കുന്നില്ല എന്നുള്ളതാണ് ഈ നാടകത്തെ വ്യത്യസ്തമാക്കുന്നത്. വളരെ ചെറിയ, എല്ലാ നാടകങ്ങളും വളരെ ചെറുതാണ്. അപ്പോൾ ചെറിയ ഒരു സ്ഥലത്തിലൂടെ അദ്ദേഹത്തിന് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രമേയത്തെ അതിൻ്റെ സൂക്ഷ്മതയിൽ അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നാടകങ്ങളുടെ ഒരു പൊതുവായ ഒരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മിടുക്ക് ഈ പെരുന്തച്ചൻ എന്ന് പറയുന്ന നാടകത്തിലും കാണിക്കുന്നുണ്ട്. ആ കഥയെ നമ്മൾ അറിയാതെ തന്നെ ഏതെല്ലാമോ രീതിയിൽ പുതുക്കി പണിയുകയാണ്. പക്ഷെ എന്താണ് പുതുക്കി പണിത് എന്ന് വായനക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് പറയാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കുന്നുമില്ല. അവിടെയാണ് നാടകത്തിൻ്റെ മിടുക്ക് എന്ന് ഞാൻ പറയുന്നു. അതിനകത്ത് മാഷൊക്കെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ, വ്യക്തി എന്നുള്ള രീതിയിൽ അവൻ്റെ അഹംബോധം, അതിനെ എങ്ങനെയാണ്, ആ അഹംബോധം അവൻ്റെ പ്രവർത്തികളെയും അഭിജിൻ്റെ ജീവിത വീക്ഷണത്തെയും സാമൂഹ്യ വീക്ഷണത്തെയും എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാനുള്ള ഒരു ശ്രമമാണ് അബ്രഹാം ആ നാടകത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ കരുതുന്നത്. മറ്റൊരു നാടകം രഥം എന്ന് പറയുന്ന ഒരു നാടകമാണ്. അത് തീർച്ചയായും ഇന്നത്തെ കാലത്ത് സങ്കല്പവും യാഥാർത്ഥ്യവുമൊക്കെ ഇഴചേർന്നുള്ള ഒരു പ്രമേയത്തെയാണ് അതിൽ കൊണ്ടുവരുന്നത്. വളരെ വൃദ്ധനായ ഒരു മനുഷ്യൻ, അയാളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു ചിത്രം, മകനെ കാത്തിരിക്കുന്ന അയാളുടെ മുന്നിലേക്ക് മകൻ്റെ ജഡം വന്നു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. അവിടെയാണ് മരണത്തെക്കുറിച്ചും ജീവിതത്തെപ്പറ്റിയുള്ള ചിതറിയ ഒരു കോറിയിട്ട കുറേ ചിന്തകൾ അബ്രഹാം മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ 2 രീതിയിൽ, ഒന്ന് നമ്മുടെ മനുഷ്യനിലുള്ള നിസ്സഹായത, അതുപോലെ തന്നെ നമ്മൾക്ക് ഭൂതകാലത്തോടുള്ളൊരു അഭിനിവേശം, നൊസ്റ്റാൾജിയ, ഇത് രണ്ടും ആ ചെറിയ നാടകത്തിലൂടെ പറയാനാണ് അബ്രഹാം ശ്രമിച്ചിട്ടുള്ളതെന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ക്ലേശകരമായ ഒരു കാലഘട്ടം ഉണ്ടാണെന്ന് ആ നാടകത്തിൽ 1-2 വരികളിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന്, സ്വന്തം സുഖം തേടി മറ്റൊരാളുടെ കൂടെ പോയ ഭാര്യ. മറ്റൊന്ന്, സ്നേഹത്തിൻ്റെ പേരിൽ അച്ഛനെയും അമ്മയും വിട്ട് ഒളിച്ചോടിപ്പോയ മകൾ. ഇതൊന്നുമല്ലാത്തൊരു മകൻ. അവസാനം തിരിച്ചു വരുന്നത് മകനാണ്, പക്ഷെ അവൻ ജഡമായിട്ടാണ് തിരിച്ചു വരുന്നത് എന്നുള്ളത് മനുഷ്യൻ്റെ എല്ലാ കാലത്തെയും മനുഷ്യൻ്റെ പ്രതിസന്ധിയെയാണ് അബ്രഹാം ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ ഈ നാടകങ്ങളുടെയൊക്കെ പ്രത്യേകത അത് സാർവകാലികമായ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയുമാണ് ഈ നാടകങ്ങളിലെ പ്രമേയങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ നാടകങ്ങൾ പലതും ക്ലാസിക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ മിത്തുകളിൽ നിന്നോ ഒക്കെയുള്ള പ്രമേയത്തെ എടുത്തുകൊണ്ടാണ് അബ്രഹാം കഥയാക്കിയിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ കറുത്ത കണ്ണിൻ്റെ കുറിച്ചുള്ള നാടകമാണ് കീറിമുറിച്ച കണ്ണ് എന്ന് പറയുന്നത് H.G. വെൽസിൻ്റെ ഒരു കഥയെ നാടകമാക്കി. എനിക്ക് തോന്നുന്നത് ഏത് കഥയാണെന്ന് പറഞ്ഞിട്ടില്ല. കൺട്രി ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു കഥയുണ്ട്. ഒരുപക്ഷെ ആ കഥ വായിക്കുമ്പം ബ്ലൈൻഡ്നെസ്സെക്കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മ വരും. സരമാകൻ്റെ ബ്ലൈൻഡ്നെസ്സൊക്കെ അത്തരത്തിലുള്ള ഒന്നാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന രീതിയിലുള്ള, അപ്പോൾ അങ്ങനെ മറ്റൊരു സാഹിത്യ സൃഷ്ടിയിൽ നിന്ന് തൻ്റെ സാഹിത്യ ഭൂമികയിലേക്ക് അതിനെ ചുരുക്കിക്കൊണ്ടുവരാനും അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടാതെ, അതിൻ്റെ ആ അന്തർധാര നഷ്ടപ്പെടാതെ തനിക്ക് ചെറിയ വാക്കുകളിലൂടെ അതിനെ ഉൾക്കൊള്ളാനും കഴിയുന്നു. അതുപോലൊരു നാടകമാണ് ദസ്തോവസ്കിയുടെ ദ ഹെവൻലി ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന കഥയെ. അതിനെയാണ് അദ്ദേഹം ക്രിസ്മസ് രാത്രി എന്ന പേരിലുള്ള ഒരു നാടകമാക്കി മാറ്റിയിട്ടുള്ളത്. അവിടെയുള്ളത് അടിസ്ഥാനമായി നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യവംശത്തിൻ്റെ എക്കാലത്തെയും പ്രശ്നങ്ങളായ ദാരിദ്ര്യത്തിൻ്റെ വേദന, അതുപോലെ തന്നെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള പ്രശ്നം, ഇങ്ങനെ ലോകത്തിൻ്റെ മുന്നിലെ അടിസ്ഥാന പ്രഹേളികകളെ വളരെ ചെറിയ വാക്കുകളിലൂടെ സൂക്ഷ്മമായിട്ട് ഒപ്പിയെടുത്തിട്ടു എന്നുള്ളതാണ് ഈ നാടകത്തിൻ്റെ പ്രത്യേകത. നേരത്തെ ഇവിടെ അദ്ദേഹം പറഞ്ഞ ചർച്ചയൊക്കെ പ്രധാനമാണ്. ഒരു സാഹിത്യ നാടകത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണേണ്ടത്? ഒരു നാടക സാഹിത്യമാണോ അല്ലെ അരങ്ങിലേക്ക് വേണ്ട നാടകമാണോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. നേരത്തെ നമുക്ക് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അബ്രഹാം തീർച്ചയായിട്ടും നാടകത്തെ ഇത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. നാടക സാഹിത്യം എന്നത് പ്രധാനമാണെന്നും നാടകത്തിലെ എഴുത്ത് വളരെ പ്രധാനമാണെന്നും അതുപോലെ തന്നെ രംഗാവതരണത്തിന് ചേർന്നതായിരിക്കണം, വായനക്കാരനും പ്രേക്ഷകനും വേണ്ടിയാണ് നാടകമെന്ന് തിരിച്ചറിഞ്ഞ നാടകൃത്താണ് അബ്രഹാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയാണ് ആ നാടകങ്ങളെ പ്രമേയത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാവത്തെ
നാടകീയമായി ഉൾക്കൊള്ളാവുന്ന ഭാവത്തെ കണ്ടെത്തുകയും അത് വളരെ തെളിമയോടുകൂടി വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ചുരുങ്ങിയ സംഭാഷണങ്ങളിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കണം നാടകം എന്നുള്ളതാണ്. എല്ലാ സംഭാഷണങ്ങളും ദോഷമില്ലാത്തതാണെന്നുള്ള അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും അതിനുള്ള തീവ്രമായ ശ്രമം അബ്രഹാം നടത്തിയിട്ടുണ്ടെന്നുള്ളതിൽ ഓരോ നാടകവും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. പ്രമേയത്തെ അതിൻ്റെ നാടകീയമായ അംശത്തിൽ കണ്ടെത്തുകയും അത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ സംഭാഷണങ്ങളിലൂടെ കഥാപാത്ര നിർമ്മാണത്തിലൂടെ വായനക്കാരൻ്റെയും അതുപോലെ തന്നെ പ്രേക്ഷകൻ്റെയും മുന്നിലേക്ക് അവതരിപ്പിക്കുക. ഇതാണ് നാടകത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ലോകത്ത് ജീവിക്കുന്ന നാടകങ്ങളിൽ കാലത്തെ അതിജീവിച്ചുകൊണ്ട് നാടകങ്ങളെല്ലാം തന്നെ ചേർന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലോകസാഹിത്യത്തിൽ പാശ്ചാത്യവും പൗരസ്ത്യമായ നാടകങ്ങളുടെ രണ്ട് രീതികൾ തീർച്ചയായിട്ടും ഉണ്ട്. അതൊന്നും പറയേണ്ട ആളാണ് ഞാൻ. പക്ഷെ എന്നാൽ പോലും അങ്ങനെയുള്ള രീതികളിൽ നിന്ന് തൻ്റെ പ്രമേയത്തിന് ആവശ്യമായത് എന്താണോ അതിനനുസരിച്ച് അതിനെ നവീകരിക്കാനും അതിന് യോജിച്ച രീതിയിൽ പുതുക്കി പണിയാനുമുള്ള ശ്രമം നടന്നിട്ടുണ്ട് പല നാടകങ്ങളിലും. അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നാടകത്തിൽ ടാഗോറൊക്കെ പറഞ്ഞ ഇതുപോലൊരു പ്രശ്നമാണ് ടാഗോർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും നാടകകൃത്താണെന്ന് പറയാറില്ല. പക്ഷേ നാടകം ഒരുപാട് നാടകങ്ങൾ എഴുതിയ, നാടകത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച, നാടകം അവതരിപ്പിക്കുകയും ചെയ്ത വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നാടകത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രേക്ഷകൻ്റെ മനസ്സാണെന്നാണ്. അപ്പോൾ പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രമേയത്തെ, നിങ്ങൾ കൊടുക്കുന്ന പ്രശ്നത്തെ അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് അതിൽ കൂടുതലല്ല രംഗത്തിൻ്റെ പൊലിപ്പിക്കലുകൾക്ക് വേണ്ടത് എന്ന് ടാഗോർ പറഞ്ഞിട്ടുണ്ട്. ആ ബോധം അബ്രഹാമിലെ നാടകത്തിനുണ്ട് എന്ന് ഇതിലെ ചുറ്റുവട്ടങ്ങൾ അദ്ദേഹം അതിനോട് ചേർന്ന് നാടകത്തെ എങ്ങനെയാണ് രംഗത്ത് അവതരിപ്പിക്കേണ്ടത് എന്ന ചെറിയ സൂചനകൾ നൽകുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നാടകം അടിസ്ഥാനപരമായി പ്രേക്ഷകൻ്റെ മനസ്സിലേക്കാണ് കിടക്കേണ്ടത്. അതിൻ്റെ രംഗാവതരണം കൂടിക്കഴിഞ്ഞാൽ, അതിൻ്റെ ആലങ്കാരികതകൾ കൂടിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും എന്നുള്ള ബോധം നാടകത്തിനുണ്ടായിരിക്കണം എന്ന ബോധ്യത്തിലേക്കാണ് അദ്ദേഹം വരുന്നത്. ഇത്തരത്തിലുള്ള നാടകത്തെ നാടകം നിലനിൽക്കുമോ എന്നുള്ള ചോദ്യം പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം കാലം ഒരുപക്ഷെ സാഹിത്യ തറവാട്ടിലെ ആദ്യത്തെ പിറവി എന്ന് പറയുന്നത് നാടകമായിരിക്കാം എന്ന് കരുതുകയാണ്. നമുക്കറിയാം കാളിദാസനും ഭാസനും ഒക്കെ നാടകത്തിൻ്റെ പേരിലാണ് നമ്മൾ ലോകസാഹിത്യത്തിൽ ഇന്ത്യൻ സാഹിത്യം നിറഞ്ഞു നിൽക്കുന്നത് തീർച്ചയായിട്ടും നാടകത്തിലൂടെയാണ്. ആ പിൻപറ്റി നിൽക്കുന്ന ഇന്ത്യൻ നാടകത്തിലേക്ക് തൻ്റെതായ ചില സംഭാവനകൾ, മൗലികമായ ചില എടുത്തുചേർക്കലുകൾ നടത്തണമെന്ന ആഗ്രഹമാണ് അടിസ്ഥാനപരമായി നാടകത്തെ പഠിക്കുകയും ക്ലാസിക്കുകൾ ഉൾക്കൊള്ളുകയും ചെയ്ത് അതിലൂടെ മനുഷ്യാവസ്ഥയെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അന്വേഷകൻ്റെ ഒരു ശ്രമമായിട്ടാണ് ഈ 36 നാടകങ്ങളെയും കാണേണ്ടത്. തീർച്ചയായിട്ടും ഇനിയും വലിയ നാടകങ്ങൾ എഴുതാൻ അബ്രഹാമിന് കഴിയട്ടെ. അതിനുള്ള ശക്തി, അതിനുള്ള സർഗചേതന അദ്ദേഹത്തിനുണ്ട് എന്ന് വെളിവാക്കുന്നവയാണ് ഇതിലെ നാടകങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഹ്രസ്വവും സമഗ്രവുമായ രീതിയിൽ പുസ്തകത്തെ പരിചയപ്പെടുത്തുകയും അതിൻ്റെ ദാർശനിക വശത്തെക്കുറിച്ചും സൗന്ദര്യാത്മകതയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാടകത്തിൻ്റെ ചിട്ടവട്ടങ്ങളെക്കുറിച്ച് കൃത്യമായി സംസാരിച്ച പുസ്തകത്തെ പരിചയപ്പെടുത്തിയ സുധീഷ് സാറിന് നന്ദി. ആശംസ അറിയിച്ച് സംസാരിക്കുവാനായിട്ട് പ്രൊഫസർ ചന്ദ്രദാസൻ സാറിനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വർത്തമാനം കൂടി കഴിഞ്ഞാൽ നമുക്ക് പിരിഞ്ഞു പോകാവുന്നതാണ്. ഒരു 10 മിനിറ്റിൽ താഴെ നിർത്താൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ HSP ഉന്നയിച്ച പ്രശ്നങ്ങൾക്കൊന്നും ഇവിടെ വെച്ച് മറുപടി പറയാൻ തുനിയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒന്ന്, സനുമാഷിൻ്റെയും തോസ്മാത് സാറിൻ്റെയൊക്കെ ഒപ്പം ഒരു വേദി പങ്കിടുക എന്നുള്ളൊരു കാര്യം. 2, എൻ്റെ ഏറ്റവും അടുത്ത നാടക സുഹൃത്തുക്കളിൽ ഒരാളായ അബ്രഹാമിൻ്റെ പുസ്തകങ്ങൾ സമഗ്രമായി എല്ലാം കൂടി ചേർന്ന് ഒരു പുസ്തകമായി മാറുക, അതിൻ്റെ പ്രകാശനം നടക്കുക, അതിൽ പങ്കെടുക്കുക എന്നുള്ള കാര്യം. ഇതിനകത്ത് മിക്കവാറും നാടകങ്ങളും നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്, പുസ്തകങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് TM ബ്രാവോൻ്റെ മുഴുവൻ നാടകങ്ങളെയും, ഏതാണ്ട് മുഴുവൻ നാടകങ്ങളെയും ഒരൊറ്റ പുസ്തകമായി നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിതറിക്കിടക്കുന്ന ചെറിയ സമാഹാരങ്ങളെക്കാൾ ഈ ഒരു പുസ്തകത്തിലെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോൾ ഞാൻ ഇപ്പോഴാണ് പുസ്തകം കണ്ടത്,
അത് എഴുതിയ വർഷങ്ങൾ കൂടി അതിൻ്റെ പിന്നിൽ എഴുതിയായിരുന്നെങ്കിൽ ഒരു വലിയ ചരിത്രരേഖ എന്നതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എബ്രഹാമിൻ്റെ ഈ നാടകങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ വിശദമായി സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എബ്രഹാമിനെ വളരെ വ്യക്തിപരമായി അറിയുന്നവരും എബ്രഹാമിൻ്റെ നാടകങ്ങളെ വായിച്ചിട്ടുള്ളവരും ഇടപെടുന്നവരുമാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഈ നാടകത്തിൻ്റെ മഹത്വം ഒന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞോട്ടെ. ഒന്ന്, ഈ നാടകങ്ങൾ എബ്രഹാം 1975 ആദ്യത്തെ നാടകം എഴുതുന്നത്, പ്രൊമത്യൂസ് എഴുതുന്നത്. അക്കാലം മുതൽ എഴുതി തുടങ്ങിയിട്ടൊരു 3-4 വർഷം മുമ്പാണ് തോന്നുന്നു അവസാന നാടകം എഴുതിയ നാടകങ്ങളാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആളുകൾ ചൂണ്ടിക്കാണിച്ച പോലെ 70കളുടെ തുടങ്ങി 80കളിൽ നിന്ന് 90കളിലും വരെ ഈ നാടകത്തിൻ്റെ ഒരു പുഷ്കലകാലം, വസന്തകാലം എന്നൊക്കെ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ കാലത്ത് മലയാള നാടകവേദി ഏറ്റവും സജീവമായി നിന്ന ഒരു കാലമായിരുന്നു. അഖില കേരള ഏകാംഗ നാടക മത്സരങ്ങളായിരുന്നു വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദി. സ്കൂൾ ഡ്രാമയിൽ ഉണ്ടാകുന്ന നാടകങ്ങളുണ്ട്, വിദേശത്ത് നിന്ന് ആൾക്കാരുണ്ട്, കാവാലത്തിൻ്റെ തിരുവരങ്ങും സോപാനവും ഒക്കെ ചെയ്യുന്ന നാടകങ്ങളുണ്ട്, നരേന്ദ്രപ്രസാദ് ചെയ്ത നാട്യഗ്രഹ നാടകങ്ങളുണ്ട്, ജോസ് ചെറമേലിൻ്റെ അങ്ങനെ അല്ലാത്ത നാടകങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ നാടകവേദി എന്ന് പറഞ്ഞാൽ അതിനെ നിർണയിച്ചത് ഈ ഏകാംഗ നാടകങ്ങളായിരുന്നു എന്ന് വേണം പറയാൻ. ഈ ഏകാംഗ നാടകങ്ങളുടെ ഒരു വാസത്തിൽ ഞാൻ ആദ്യം എബ്രാഹിമിൻ്റെ നാടകം കാണുന്നത് 1977 ഇവിടെ രാജേന്ദ്ര മൈതാനത്ത് വെച്ച് നടന്ന കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ അദ്ദേഹം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച പെരുന്തച്ചൻ നാടകം കാണുമ്പോഴാണ്. അപ്പോൾ ഒറ്റയാണ്ടൊരു നാടകം കളിക്കാൻ ഞാൻ കുറവലങ്ങാട് കോളേജിൽ നിന്ന് ഇവിടെ വന്നിരിക്കുകയായിരുന്നു മത്സരത്തിന്. അപ്പോൾ ഈ പെരുന്തച്ചൻ കണ്ട് സത്യത്തിൽ അത്ഭുതപ്പെട്ടു. ഇത് ആരായി കക്ഷി എന്ന് ഞാൻ ഇങ്ങനെ ടി.എം. എബ്രഹാമാണ് ഇത് എഴുതിയതെന്ന് പറയുന്നു. പെരുന്തച്ചൻ്റെ പ്രത്യേകത, ഇപ്പോൾ എബ്രഹാമിൻ്റെ മുഴുവൻ നാടകങ്ങളും പ്രത്യേകത, ഇപ്പം ഇവിടെ ഇതിനു മുമ്പ് പറഞ്ഞ ആൾക്കാർ പറഞ്ഞത് ഇത് ദാർശനിക പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൻ്റെ ഉത്തരം കിട്ടാത്ത സമസ്യകളെ ആവിഷ്കരിക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇത് അരങ്ങിന് വേണ്ടി എഴുതിയ നാടകങ്ങളാണ്. ഷേക്സ്പിയറും എഴുതിയത് അരങ്ങിന് വേണ്ടി തന്നെയാണ്, സാഹിത്യം എഴുതിയതല്ല. ഷേക്സ്പിയർ ഒരു ലോകം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് നാടകക്കാരൻ ഷേക്സ്പിയറാണ്. അദ്ദേഹം കളിക്കാൻ എഴുതിയ നാടകങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഭയിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളായി കാലത്തെ അതിജീവിച്ചു. എബ്രാഹവും കളിക്കാൻ വേണ്ടി നാടകം എഴുതിയ ആളാണ്. ഈ കളിക്കാൻ എഴുതുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എബ്രാഹിം എടുത്തിട്ടുള്ളത് മുഴുവൻ ഒന്നുകിൽ മിത്തുകൾ, ബൈബിളിലെ കഥകൾ, മഹാഭാരതത്തിലെ കഥകൾ, മറ്റ് നോവലുകൾ, ചെറുകഥകൾ, മറ്റു ചില നാടകങ്ങൾ വരെ. തോമസ് മാത്ത് സാറാണെന്ന് തോന്നുന്നു കൃത്യമായി ചൂണ്ടിക്കാണിച്ചത്. എബ്രാഹിം ഇത് വീണ്ടും എഴുതുന്നത് ഈ കഥയെ പുനരാവിഷ്കരിക്കാനല്ല, ഈ കഥ വീണ്ടും പറയാനല്ല. കൊഴുത്ത കാളക്കുട്ടി എഴുതുന്നത് ആ 2 സഹോദരന്മാരുടെ കഥ വീണ്ടും പറയാനല്ല, എബ്രാഹിം ജീവിക്കുന്ന കാലത്ത് നടക്കുന്ന, അദ്ദേഹത്തിന് ചുറ്റുവട്ടം നടക്കുന്ന മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ച് പറയാനാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അത് അരങ്ങിൽ പറയാനാണ്. അരങ്ങിൽ അതും ഈ അഖില കേരള ഏകാംഗ നാടക മത്സരങ്ങളുടെ കലഞ്ഞ ഗ്രാമീണ സംഘങ്ങളാണ്. ഈ വലിയ റിസോഴ്സസ് ഒന്നുമില്ല. ഒരു തട്ടിൽ വളരെ മിനിമം പണം ഉപയോഗിച്ച് അഭിനേതാക്കളുടെ കരുത്തിൽ മാത്രം വെച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന നാടകങ്ങളാണ്. അപ്പോൾ അവരിലൂടെ എങ്ങനെയാണ് ഈ കഥ, ഈ കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എബ്രാഹിമിൻ്റെ ഇഷ്യൂ. ഇത് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നാടകം വായിക്കുമെന്ന് മനസ്സിലാവും. ഒരുപക്ഷെ ഈ നാടകം ചെയ്ത് ശീലമുള്ളവർ ഞാൻ വായിക്കുമ്പോഴേക്കും ഒരുപക്ഷെ സാഹിത്യത്തെക്കാൾ കൂടുതൽ ഇതിൻ്റെ ഇപ്പോൾ HSP ഉപയോഗിച്ച വാക്കുണ്ടല്ലോ, എന്താണ് ഈ എന്തായിരുന്നു വാക്ക്, സബ് ടെക്സ്റ്റ്, ധ്വനിപാഠം എന്ന കാര്യം. എബ്രാഹിമിൻ്റെ നാടകം സാഹിത്യമല്ല. ഒരു കാലത്ത് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു, മനോഹരമായി കവിത എഴുതലാണ്, ഉദാത്തമായ ഭാഷ പ്രയോഗിക്കലാണ് നാടകരചന എന്ന്. അതിനെ പൊളിച്ച ഒരു മലയാള നാടകത്താണ് എബ്രാഹിമിൻ്റെ നാടകത്തിൽ നല്ല സംഭാഷണം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും, പക്ഷേ അതല്ല പ്രധാനം. ഇപ്പോൾ കൊഴുത്ത കാളക്കുട്ടി എന്നുള്ള നാടകം എഴുതുമ്പോൾ അത് ബൈബിളിലെ 2 സഹോദരന്മാരുടെ വീണ്ടും കഥ പറയുകയൊന്നും അല്ല ഉദ്ദേശം. ഒരുപക്ഷെ ആ നാടകത്തിനകത്ത് വളരെ കാവ്യാത്മകമായ ഗംഭീര വരികളുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിനകത്തെ ഒരു തീരെ കവിതയില്ലാത്ത നാടകമാണ്. റബ്ബർ മരങ്ങളുടെ സംഗീതം നീ കേൾക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ്. ബൈബിളിൻ്റെ കഥയിൽ പറയുമ്പോൾ റബ്ബർ മരങ്ങളുടെ സംഗീതം വരുന്നത് എവിടുന്നാണ്? എബ്രാഹിം വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്, ഞാൻ വരുന്ന പാലായിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഈ റബ്ബർ മരങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ റബ്ബർ മരങ്ങളുടെ സംഗീതം കേൾക്കുന്ന ഒരു വീട്ടിൽ 2 സഹോദരന്മാർ തമ്മിൽ നടക്കുന്ന കഥ പറയാനാണ് എബ്രാഹിം ബൈബിളിൻ്റെ കഥ കൂട്ടുപിടിക്കുന്നത്. അതൊരൊറ്റ വാചകമാണ്. അപ്പോൾ ഈ വായനക്കാരനെ തൻ്റെ ജീവിതവുമായി, എൻ്റെ കാലവുമായി ബന്ധിപ്പിക്കുന്ന ചില കൊളുത്തുകൾ, അത് സാഹിത്യത്തിന് അപ്പുറം പോകുന്ന ചില പ്രയോഗങ്ങൾ, അത് അരങ്ങിന് പ്രാപ്തമായ രീതിയിലേക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന, ഈ നാടകത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമോ സൂപ്പർ ഒബ്ജക്റ്റീവോ ധ്വനിപാഠമോ ഒക്കെ നാടക സംവിധായകനോ നടനോ രൂപീകരിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ ആ നാടകത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എബ്രാഹിമിൻ്റെ നാടകങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. ഇത് മറ്റ് അതുകൊണ്ട് തന്നെ ഇത് സാഹിത്യം എഴുതാൻ
തുനിയുന്ന ഒരാളുടെ അത് എബ്രഹാം എഴുതും, മനോഹരമായിട്ട് നോവൽ എഴുതും. അവിടെ അത് എബ്രഹാം ഇതിനേക്കാൾ കൂടുതൽ നല്ല കാവ്യഭാഷയിൽ എഴുതുന്ന എബ്രഹാമിൻ്റെ നോവലുകൾ എഴുതുമ്പോഴാണ്. പക്ഷേ ഈ നാടകത്തിൽ ഈ ഒരു വിഷയമുണ്ട്. ഇത് ഇന്നത്തെ കാലത്തിൻ്റെ കഥ പറയാനാണ്. കഥയെന്ന് പറഞ്ഞാൽ അതിപ്പം വളരെ പ്രകടമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതുമല്ല. അതിനകത്തൂടെ ഇങ്ങനെ ഈ യയാതിയുടെ കഥ പറയുമ്പോഴും കൊഴുത്ത കാളക്കുട്ടിയിലെ ആ 2 സഹോദരന്മാരുടെ കഥ പറയുമ്പോഴും പഴയ നിയമത്തിൽ നിന്ന് കുതിര ചാടി പുതിയ നിയമത്തിലേക്ക് ഇതിൻ്റെ സഹോദരനെ അറിയോ എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോഴൊക്കെ ഈ ഇന്നത്തെ കാലത്തെ മനുഷ്യബന്ധങ്ങളെ, താൻ അനുഭവിച്ച, താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുവട്ടങ്ങളെ അരങ്ങിൻ്റെ ഭാഷയിലേക്ക് മാറ്റി എഴുതാനുള്ള എബ്രാഹാമിൻ്റെ ഒരു വാദമാണ് ഇത്. 75 മുതൽ ഒരുപക്ഷെ ഈ 2000-2010 വരെയൊക്കെ നടന്ന മലയാള നാടകവേദിയുടെ ഒരു ചലനത്തെ കുറിക്കുന്ന കൂടിയാണ്. എബ്രാഹാമിൻ്റെ നാടകങ്ങളിൽ ചരിത്രമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാലങ്ങളുണ്ടായിരുന്നെങ്കിൽ 75 എഴുതി എങ്ങനെ 85 എഴുതി എങ്ങനെയെന്നുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റിയെങ്കിൽ മലയാള നാടകവേദി കടന്നുപോയ രീതിശാസ്ത്രത്തിൻ്റെ പ്രയോഗ രീതികളുടെ ഒക്കെ ഒരു ഏറ്റവും കൂടുതൽ നാടകങ്ങൾ കളിച്ചിട്ടുള്ളത് എബ്രാഹാമിൻ്റെ ആണ്. ഇപ്പോൾ ജോൺ ഫെർണാണ്ടസ് ഇവിടെ ഉണ്ടായിരുന്നു. ജോണിൻ്റെ ചില നാടകങ്ങളും ഞാൻ ചെയ്ത ചില നാടകങ്ങളൊക്കെ ആയിട്ട് ഈ 70-കളുടെ അവസാനം 80-കളിൽ, ഞാൻ 80-ലാണ് തുടങ്ങുന്നത് ഒക്കെ ഈ കളിക്കുന്ന നാടകങ്ങൾ, ഈ നാടകങ്ങൾ മലയാള നാടക ചരിത്രത്തിൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതൊരു ഒറ്റപ്പെട്ട നാടകങ്ങൾ ഒറ്റക്കെട്ടേക്ക് വായിച്ചതിനേക്കാൾ കൂടുതൽ ഒന്നിച്ച് കിട്ടിയപ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇത് ആധുനിക മലയാള നാടകയുടെ ചരിത്രമാണ്. ഒരുപക്ഷെ ശങ്കരപ്പിള്ള സാറും നരേന്ദ്രപ്രസാദും കാവാലൊക്കെ വേറെ നാടകങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. അവരുടെ നാടകങ്ങളെക്കാൾ കൂടുതൽ ഗ്രാമങ്ങൾ ഏറ്റെടുത്ത നാടകങ്ങൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കോറസിനെ മലയാള നാടകത്തിൽ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ച ആളാണ് എബ്രാഹാം. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് കോറസ് വന്നത്. പെരുന്തച്ഛനകത്ത് മുതൽ തുടങ്ങിയ, പക്ഷേ ഈ ഓരോ നാടകത്തിലും ഓരോ തരം കോറസാണ്. പെരുന്തച്ഛനിലെ കോറസ് അല്ല അത്ഭുതാംഗണത്തിലെ കോറസ്. പിന്നീട് അതിങ്ങനെ ക്രമേണ ഇല്ലാതായി വരുന്ന കാണാൻ പറ്റും. എബ്രാഹാമിൻ്റെ നാടകങ്ങൾ നോക്കാമെങ്കിൽ ഒരു 88-90 കഴിയുമ്പോഴത്തേക്കും കോറസിൻ്റെ പ്രയോഗം ഇല്ലാതാകുകയാണ്. ഇതൊക്കെ വളരെ രസകരമായ കാര്യങ്ങളാണ്. മലയാള നാടകവേദിയിൽ സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ ലക്ഷണങ്ങളാണ്, മാറ്റങ്ങളുടെ രേഖകളാണ്. ഇത്തരം രേഖകളുടെ ഒരു സമഗ്ര സംഭാവന എന്ന നിലയിലാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ എബ്രാഹാമിനെ പെരുന്തച്ഛൻ നാടകമാണ് ആദ്യം കണ്ടെങ്കിലും എബ്രാഹാം എന്ന വ്യക്തിയെ ഞാൻ ആദ്യം കാണുന്നത് ചവറ കൾച്ചർ സെൻ്ററിന് ഉപയോഗിച്ചിട്ടാണ്. ഒരു ദിവസം കലാപീഠത്തിന് കലാകാരൻ്റെ അവിടുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നാടകം എന്തോ ഒരു സന്ധ്യ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ജോർജ് ജോസഫ് കെയുടെ കൂടെയാണ് എബ്രാഹാം നടന്നു വരുന്നത്. അപ്പോൾ എനിക്കൊന്നും എബ്രാഹാമിനെ പരിചയമില്ല. അപ്പോൾ ജോർജ് ജോസഫാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ടി എബ്രാഹാം, ഇത് ചന്ദ്രദാസൻ. ഉടനെ എബ്രാഹാം ചോദിച്ചു, എടാ നീയാണോ 4-5 വർഷം മുമ്പ് ഇവിടെ ഒറ്റയാന്നുള്ള നാടകം കളിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ കൂടെ എനിക്ക് ഇതിൻ്റെ ചില കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എബ്രാഹാമിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ മിക്കവാറും ദിവസങ്ങളിൽ അവിടെ ചെല്ലാൻ അവകാശം ഉണ്ടായിരുന്ന, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപൂർവം ആൾക്കാരെ വീട്ടിൽ കയറ്റുള്ളൂ, അതിന് വേറെ കാരണങ്ങളുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ചെല്ലുകയും എബ്രാഹാമിൻ്റെ പുസ്തക ശേഖരം കണ്ടി അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്രയും പുസ്തകങ്ങൾ വായിക്കുന്ന, ഇത്രയും പുസ്തകങ്ങൾ വാങ്ങിക്കുന്ന ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല. ഈ പുസ്തകങ്ങളുടെ വായനയിലാണ് എബ്രാഹാം നാടകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അബ്രഹാമിനകത്ത് അന്ന് ഒത്തിരി ഫോണിലൂടെ നേരിട്ടൊക്കെ നടത്തിയ ദീർഘ സംഭാഷണങ്ങളാണ് എൻ്റെ നാടകബോധം ഉണ്ടാകാൻ കാരണമായതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ടി എബ്രാഹാമിൻ്റെ ഈ എല്ലാ നാടകം കൂടി ചേർന്ന് ഒരു പുസ്തകമായി വരുന്ന ഈ ദിവസം തികഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഈ പുസ്തകം നമ്മുടെ ലൈബ്രറികളിൽ പ്രധാനമായിട്ടും ഇരിക്കണം. നമ്മുടെ ആളുകളിത് വായിക്കണം. ഇതിന് കൂടുതൽ അരങ്ങൽ ഉണ്ടാകുമോ? മലയാള നാടകത്തിൽ അരങ്ങൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ ഇത് വീണ്ടും കളിക്കാനെടുക്കണം. അങ്ങനെ കളിക്കാനെടുക്കുമ്പോൾ പുതിയ പ്രതിസന്ധികളോട് അവർ നേരിടണം. എബ്രാഹാം ചെയ്തതുപോലെ അല്ല ആ നാടകം ഞാൻ ചെയ്യുക. 2 നാടകം ഞാൻ ചെയ്തിട്ടുണ്ട്. കൊഴുത്ത കാളക്കുട്ടിയും ലോകം പിശാചും 2 നാടകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാമുള്ള എല്ലാ സംഗതിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് HSP ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് വേറെ സ്ഥലത്ത് വെച്ച് വേറെ രീതി പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ സ്നേഹവും സന്തോഷവും. ഈ പുസ്തക പ്രകാശനം ഇവിടെ പൂർണ്ണമാകുമ്പോൾ എത്ര ആഴപ്പെട്ട ചിന്തകളെയാണ് പകർന്നു നൽകിയത്. ഇബ്സൻ്റെ പാവക്കൂടെന്ന് പറയുന്ന നാടകത്തിനകത്ത് വളരെ മനോഹരമായൊരു ഡയലോഗുണ്ട്. നോറ എന്ന് പറയുന്ന കുടുംബിനി വീട് വിട്ടിറങ്ങുമ്പോൾ 35 വർഷം 40 വർഷം ഈ അപരിചിതൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ജീവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ മുൻവാതിൽ കൊട്ടിയടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനെ നിരൂപകർ വിശേഷിപ്പിച്ചത് യൂറോപ്പിൻ്റെ വാതിൽ കൊട്ടി അടച്ചിട്ട് നോറ
പുറത്തേക്കിറങ്ങി. ശിഥിലമാകുന്ന കുടുംബജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായി ഇബ്സൻ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ ഈ റബ്ബർ മരത്തിൻ്റെ സംഗീതവും വ്യത്യസ്തമായ രീതിയിൽ കൊടുത്ത കാലക്കുട്ടിയിൽ പറയുന്നുണ്ടെങ്കിൽ ആഴപ്പെട്ട ചില ദർശനങ്ങളെയും സിംബോളിക്കായിട്ടും അതിൻ്റെ മഞ്ഞും മരണവുമൊക്കെ ചേർത്ത് വായിക്കപ്പെട്ട TM എബ്രഹാം സാറിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇവിടെ പൂർണ്ണമാകുമ്പോൾ ചാവറ ഒരുപാട് സന്തോഷിക്കുകയാണ്. എത്രയോ വർഷമായി ചാവറയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ചാവറയിൽ നിരന്തരം വരികയും നിരന്തരം സാന്നിധ്യമാകുകയും ചെയ്ത ഒരു നാടക പ്രവർത്തകനാണ്. ചാവറയ്ക്ക് വേണ്ടിയും എനിക്ക് തോന്നുന്നു ഏതാനും നാടകങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷത്തോടെ സാറിൻ്റെ മറുപടി കേൾക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, കൂടുതലൊന്നും പറയാൻ പറ്റിയ സന്ദർഭമല്ല. വളരെ കാലമായി നമ്മൾ നാടകരംഗത്ത് പ്രവർത്തിച്ചതിൻ്റെ ചില അവശിഷ്ടങ്ങളാണ് ഈ കൃതിയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. 1975 എമർജൻസി കാലത്താണ് ഒരു രാത്രി എനിക്ക് ഉറക്കം വരാതിരുന്ന് പെട്ടെന്ന് വന്ന ഒരെണ്ണമാണ് പ്രൊമീത്യൂസ് എന്ന നാടകം. ഞാനിപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെ വളരെ യാദൃശ്ചികമായി നാടക രചനയിലേക്ക് വരികയും ആ നാടകത്തിന് അന്ന് നടന്ന മത്സരത്തിൽ സമ്മാനം കിട്ടുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് പിന്നീട് ഞാൻ നാടകങ്ങൾ എഴുതി തുടങ്ങിയത്. പിന്നീട് നാടകങ്ങൾ വായിച്ച് ദീർഘമായി ഗൗരവമുള്ള വായന നാടകത്തെപ്പറ്റി ആയതും ആ കാലത്താണ്. 75 മുതൽ ഏതാണ്ട് 2010 വരെ 15 വരെയൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ട് എഴുത്ത് തുടർന്നില്ല, കാര്യമായിട്ട് തുടരാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശേഷാൽ പ്രതികളൊക്കെ നാടകങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നത് നിർത്തി. പബ്ലിഷിംഗ് ഹൗസുകൾ നാടകങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നത് നിർത്തി. നാടക സാഹിത്യം എന്ന് പറയുന്നത് ആർക്കും വേണ്ടാത്ത ഒരു വസ്തുവായി മാറി. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നൊക്കെ പാസ്സായി വരുന്ന സംവിധായകരെ സംബന്ധിച്ചിടത്തോളം അവർ നെറ്റിൽ നിന്നൊക്കെ ദൃശ്യങ്ങൾ വ്യാപകമായി പകർത്തി പുതിയ നാടകങ്ങൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെയാണ് ഇന്ന് നിലവിൽ വന്നത്. നമ്മുടെ പുതിയ നാടകകൃത്തുക്കൾക്ക് ഇടമില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് ഉള്ളത്. പിന്നെ ഈ നാടകങ്ങൾ ഇനി ആരെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നെനിക്കറിയില്ല. പക്ഷേ നാളത്തെ ഏതെങ്കിലും ഒരു തലമുറയ്ക്ക് ഇതൊരു റെഫറൻസ് ഗ്രന്ഥമാകുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. കാരണം ഈ നാടകങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു തലമുറ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. നാടക സാഹിത്യം ഇഷ്ടപ്പെടുന്ന, വായിക്കാൻ തയ്യാറുള്ള ഒരു തലമുറ വരുമെന്ന് വിചാരിക്കുന്നു. 1961 ഈ നാടകങ്ങളുടെ, പ്രസിദ്ധീകരിച്ച നാടകങ്ങളുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ 61, 62, 300 നാടകങ്ങളിലേറെ ആ വർഷങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 10 നാടകമാണ് നാടകങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഈ 10 നാടകവും എഴുതിയ ആൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് അവിടെ ചെന്ന് അവധ പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന കൃതികളാണ്. നാടകങ്ങൾ ആർക്കും ആവശ്യമില്ലാത്ത, പ്രസിദ്ധീകരണശാലകൾ ഏറ്റവും അവസാനത്തെ ഒരു വസ്തുവായി, ഉപേക്ഷിക്കപ്പെട്ടൊരു വസ്തുവായി കണക്കാക്കുന്ന ഒന്നാണ്. അപ്പോൾ അതാണ് മലയാള നാടകത്തിന് പറ്റിയ ഏറ്റവും വലിയ ഒന്ന്. മലയാളത്തിൽ ഇഷ്ടം പോലെ പുതിയ സംവിധായകരുണ്ട്. പക്ഷേ നാടക സാഹിത്യത്തെ ഗൗരവത്തോടെ കാണുന്ന ഒരു തലമുറ നമുക്കില്ല. ഞാൻ ഈ കാലടി യൂണിവേഴ്സിറ്റിയിൽ ഇടയ്ക്കൊക്കെ ചില ക്ലാസ്സുകൾക്കൊക്കെ പോകും നാടകത്തിന്. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ 9:30, രാവിലെ 9:30 മണി, 10 മണിക്കാണ് എൻ്റെ ക്ലാസ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ രമേശ് വർമ്മ അവിടുത്തെ അധ്യാപകനാണ്. അദ്ദേഹം നിലത്ത് ഇരിക്കുന്നു. ചുറ്റും 8 പേരുണ്ട്, ചുറ്റും ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പുസ്തകം കൊണ്ട് നടുക്ക്. ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ? ഞാൻ ഇവരെ കൊണ്ടൊരു നാടകം വായിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, 3ാമത്തെ ദിവസമായതെന്ന് പറഞ്ഞു. കാരണം മാറി മാറി ഇയാൾ ഇരുന്ന് വായിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ വായിക്കില്ല. അത് നാടകം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആരെങ്കിലും പുതിയ കുട്ടികൾ മലയാളത്തിലെ നാടകങ്ങൾ വായിക്കുന്നുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. ബാബു ജോസഫ് സാറ് അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. അദ്ദേഹം പോയി ഭാഷാപോഷണിയിൽ 3 ചെറുപ്പക്കാരുടെ മലയാള നാടകങ്ങൾ അടിച്ചു വന്നു. കഴിഞ്ഞ ഒക്ടോബറിലോ നവംബറിലോ മറ്റെയാണ്. ഈ 3 നാടകങ്ങൾ ഒരുമിച്ച് പ്രസിദ്ധീകരിച്ചു, ചെറിയ നാടകങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
ഞാൻ വായിക്കാൻ ശ്രമിച്ചു ഈ 3 ഒരെണ്ണമൊക്കെ കഷ്ടി വായിച്ചു, നമുക്ക് സാധിക്കുന്നില്ല. ബാബു ജോസഫ് സാറിനൊരു ഗുണമുള്ളത്, അദ്ദേഹം കിട്ടുന്ന പുസ്തകങ്ങൾ കൃത്യമായി വായിച്ച് തീർക്കുന്ന ഒരാളാണ്, ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഞാൻ ആ 3 നാടകങ്ങളും വായിച്ചു. എന്നിട്ട് പുള്ളിയുടെ സ്വന്തം ആത്മകഥം പോലെ, അല്ല മലയാളത്തിൽ ഇനി വരാൻ പോകുന്ന നാടകങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ആരും നാടകം വായിക്കില്ല കേട്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ പുതിയ കുട്ടികൾ എഴുതുന്ന, അവർക്ക് അവാർഡൊക്കെ കിട്ടുന്ന നാടകങ്ങൾ വായിച്ച് തീർക്കാനേ നമുക്ക് പറ്റുന്നില്ല. ആബ്സ്ട്രാക്റ്റ് നാടകങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പടച്ചുവിടാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ഗതികെട്ടൊരവസ്ഥയിലാണ് മലയാള നാടകം. പിന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഇപ്പോൾ ഈ പ്രസിദ്ധീകരിച്ചേക്കുന്ന നാടകങ്ങളിൽ 4-5 നാടകങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം മലയാളത്തിൽ ഇത് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഈ ഇവിടെ ചന്ദ്രദാസാണ് അതൊന്ന് ചൂണ്ടിക്കാണിച്ചത്. അതായത് ഇത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നാടകരചനയുടെ ചരിത്രത്തിൽ വന്നേക്കണ മാറ്റം കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന നാടകങ്ങളാണ്. കോറസ് ഉണ്ടായിരുന്നു, കോറസ് വളരെ കൂടുതലുണ്ടായിരുന്നു, പിന്നെ കോറസ് ഇല്ല. കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്കിറങ്ങി ഉള്ള പരീക്ഷണങ്ങളിലേക്കൊക്കെ പിന്നീട് കടന്നു വന്നു. ഈ യയാതിയൊക്കെ അത്രമാത്രം ഉള്ളിൽ തട്ടി എഴുതിയ നാടകങ്ങളാണ്. അപ്പം അങ്ങനെ ചരിത്രം അതിൽ നിന്നുകൂടെ നിങ്ങൾക്ക് വായിച്ചെടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ നാടകം ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷം നൽകിയത്, എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളെല്ലാം എനിക്ക് വ്യക്തിപരമായി ഒട്ടേറെ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. എൻ്റെ നാടക പ്രവർത്തനങ്ങളിലും സാഹിത്യ പ്രവർത്തനങ്ങളിലും പൊതുമണ്ഡലങ്ങളിലുമെല്ലാം ആ സ്നേഹത്തിൻ്റെ പേരിലാണ് ഇവിടെ ഇത്രയും ആളുകൾ ഇന്ന് വന്നത് എന്നും എനിക്കറിയാം. മറ്റൊന്ന്, സാനുമാഷിനെ പോലെ വലിയ ഒരു ആളെ ഇത് പ്രകാശനം ചെയ്യാൻ കിട്ടുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഇവിടെ മന്ത്രിയെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ മന്ത്രി ഒന്നും വേണ്ട. കാരണം സാനുമാഷിൻ്റെ കൈകൊണ്ട് ഇത് പ്രകാശനം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. സാനുമാഷിനോടുള്ള നന്ദി ഹൃദയപൂർവ്വം ഇടുന്നു. പിന്നെ തോമസ് മാത്യുവും സാനുമാഷും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു നാടകം. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാളാണെങ്കിൽ ഇവർക്ക് ആ നാടകകൃത്തിന് ഈ ഭാഗ്യം കിട്ടുകയില്ല. കാരണം ഇവർ രണ്ടുപേരും ഇവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിത് സാധിച്ചത്. പിന്നെ NE സുധീർ ഇതിവിടെ പരിചയപ്പെടുത്തി. സദാശിവൻപിള്ള ഈ നാടകങ്ങൾ ഏറ്റുമേടിക്കാനായിട്ട് സദാശിവൻപിള്ളനെ വിളിച്ചതിൻ്റെ കാര്യം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളുമൊക്കെ വലിയ നാടക പണ്ഡിതനായ മനുഷ്യനാണ് ഇദ്ദേഹം. നരേന്ദ്രപ്രസാദിൻ്റെ കീഴിലെ ആദ്യത്തെ PhD നാടകത്തിൽ PhD എടുത്തയാളാണ്. ഒട്ടേറെ നാടകങ്ങളെപ്പറ്റി വായിക്കുകയും നാടക സാഹിത്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നോട് പറഞ്ഞു, എനിക്ക് ഒന്ന് പ്രസംഗിക്കാൻ ഒരു തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, എൻ്റെ പ്രധാനപ്പെട്ട കാര്യം HSP എന്ന് ഞങ്ങൾ വിളിക്കുന്നത്, സദാശിവൻപിള്ള HSP തന്നെ അതങ്ങ് ഏറ്റുമേടിക്കുന്ന പരിപാടി ചെയ്തു. പക്ഷേ എനിക്ക് ഒരു 15 മിനിറ്റ് തരണം എന്നെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് തരാം. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ഏതായാലും സദാശിവൻപിള്ളയോടുള്ള ഏറ്റവും വലിയ എൻ്റെ കാര്യം, എൻ്റെ 2-3 നാടകങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമായ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അദ്ദേഹം അത് അയച്ചു കൊടുത്ത് അവരത് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സദാശിവൻപിള്ള ഇല്ലായിരുന്നെങ്കിൽ ആ നാടകങ്ങൾ പബ്ലിഷ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല, തർജ്ജമ ചെയ്യാനും ആരും ഉണ്ടാവുകയില്ല. കാരണം ഒരു നാടകം തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കാനൊക്കെ ആളുണ്ട്. പക്ഷേ അത് തർജ്ജമ ചെയ്യാൻ നമ്മുടെ ഇവിടെ എന്തുമാത്രം ഇംഗ്ലീഷ് MA-ക്കാരാണ് കുട്ടികളെ പഠിപ്പിച്ചത്. ഒരാൾക്ക് ഒരു കൃതി മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഭംഗിയായി തർജ്ജമ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരവസ്ഥ. വേണ്ട, നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ചരിത്രം പഠിച്ചവരാണുള്ളത്, ചരിത്രകാരന്മാർ. ഒരു നല്ല ചരിത്രഗ്രന്ഥം എഴുതാൻ പറ്റുന്നവർ നമുക്കില്ല. മലയാളി വളരെ വിദ്യാഭ്യാസമുണ്ട് എന്നൊക്കെ പറയും. ഞാൻ വിഷയം മാറിപ്പോവുകയാണ് പറയുമ്പോഴും ഇതിലൊക്കെ നമ്മളുടെ ആളുകൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു അവസരമാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഏതായാലും ഈ ചന്ദ്രദാസനും ഞാനും ഒക്കെ നാടകം ഒന്നിച്ച് വായിച്ച് പഠിച്ചു വന്നവരാണ്. പിന്നെ NE സുധീർ ഈ പുസ്തകം പബ്ലിഷ് കോഴിക്കോട്ടെ പൂർണ്ണ ബുക്സുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് ഈ പുസ്തകം അവിടെ എടുപ്പിച്ചത്. അപ്പം അങ്ങനെയുള്ള ബന്ധമുണ്ട്. തന്നെയല്ല, ഇന്ന് നമ്മുടെ നിരൂപണ രംഗത്തും നമ്മുടെ സാഹിത്യത്തിൻ്റെ സമകാലിക സാഹിത്യത്തിൻ്റെയും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുടെയൊക്കെ തലപ്പത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്.
അദ്ദേഹം നല്ല ഇൻ്റർവ്യൂവറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ പുസ്തകം പരിചയപ്പെടുത്താൻ തയ്യാറായത്. അപ്പോൾ അദ്ദേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. പിന്നീട് തോമസ് മാത്യു സാറിനോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ പുസ്തക പ്രകാശന ചടങ്ങ് പൂർത്തിയാകുമ്പോൾ ഒരു വാക്ക് നന്ദി പറയേണ്ടത് എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ ആ നന്ദി പറയുന്ന കടമയിലേക്ക് പ്രവേശിക്കുകയാണ്. സാറിൻ്റെ പുസ്തകം പുറത്ത് ടേബിളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സാധിക്കുന്നവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങാവുന്നതാണ്. 550 രൂപയാണ് അതിൻ്റെ വില. 650 രൂപയിൽ നിന്ന് 550 രൂപയാക്കിയിട്ടാണത് നമ്മൾ ആളുകളിൽ എത്തിക്കുന്നത്. അതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഏറ്റവും മനോഹരമാക്കിയതിൻ്റെ നെടുന്തൂണായി നിന്നത് നമ്മളുടെ മലയാളത്തിൻ്റെ ഗുരുനാഥനായ സാനുമാഷാണ്. സാനുമാഷ് പതിവിലും കൂടുതൽ സമയം ഇവിടെ ഇരിക്കുകയും ഈ ഒരു പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും സ്നേഹത്തോടെ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിന് അധ്യക്ഷത വഹിച്ചത് തോമസ് മാത്യു സാറാണ്. തോമസ് മാത്യു സാറും സനു മാഷും വളരെ മനോഹരമായ പുസ്തകത്തെ അവതരിപ്പിക്കുന്നതിൽ പങ്കുചേർന്നു. തോമസ് മാത്യു സാറിനെയും ഒരുപാട് സ്നേഹത്തോടെ ചാവറ നന്ദി അറിയിക്കുകയാണ്. ഈ പുസ്തകത്തെ ഏറ്റുവാങ്ങിയത് സദാശിവൻ പിള്ള സാറാണ്. കുറച്ച് ദൈർഘ്യമേറിയ ഒരു സംഭാഷണമായിരുന്നെങ്കിലും ആ പുസ്തകത്തോട് വളരെയധികം നീതി പുലർത്തി സംസാരിക്കുവാനായിട്ട് ഇടയായി. അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തി സംസാരിച്ചത് എൻ ഇ സുധീർ സാറാണ്. മനോഹരമായി ആ പുസ്തകത്തിൻ്റെ പരിചയപ്പെടുത്തൽ സംഭവിച്ചു. അദ്ദേഹത്തെയും ചാവറയുടെ പേരിൽ ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. ചന്ദ്രദാസൻ സാറ് ഏറെ വാക്ചാതുര്യത്തോടെ അല്ലെങ്കിൽ ആ നാടകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സതീർത്ഥൻ്റെ നാടക പുസ്തകത്തെ അല്ലെങ്കിൽ അങ്ങനെ പറയാമെങ്കിൽ ആ രീതിയിൽ ഏജ് കൊണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കാമെങ്കിലും നാടക മേഖലയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ മനോഹരമായ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ചന്ദ്രദാസൻ സാറിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇനി സദസ്സിൽ നാടകത്തിനകത്തും പുറത്തുള്ള സിനിമയ്ക്ക് അകത്തും പുറത്തുമുള്ള വ്യക്തികളിവിടെ എത്തിച്ചേരുകയും നാടകത്തെയും സിനിമയെയും ഒക്കെ ഗൗരവത്തിൽ കാണുന്ന വ്യക്തികളിവിടെ സന്നിഹിതരാകുകയും നമ്മളുടെ ചുറ്റുവട്ടത്തു നിന്ന് ചാവറയുടെ ചുറ്റുവട്ടത്തു നിന്ന് പ്രത്യേകിച്ച് സാനുമാഷിൻ്റെ മകൻ രഞ്ജിത്ത് സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യാവസാനം ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പേരെടുത്ത് ഓടിച്ചു പറഞ്ഞ മുരളീധരൻ സാറും ഗോപാലകൃഷ്ണൻ സാറും നമ്മുടെ ജോർജ് ജോസഫ് സാറും ഒക്കെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഈ പുസ്തക പ്രകാശനം അതുല്യമായിട്ട് മാറുകയാണ്. പുറകിൽ നമ്മുടെ നാടക സംവിധായകൻ പി ജോയി സാർ ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന സാറിൻ്റെ പേര് എനിക്ക് കൃത്യം അറിയില്ല. എങ്കിലും ഒരുപാട് പേര് ഈ ഒരു സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന ആളുകൾ വളരെ വ്യത്യസ്തമായി നാടകത്തെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്നവരാണ്. എല്ലാവരെയും നമ്മളധികം സമയം ചെലവഴിച്ചിട്ടില്ല. 2 മണിക്കൂർ മാത്രമാണ് ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചത്. ഇത്ര മനോഹരമായൊരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് അത്രയും സമയം നമ്മൾ എടുത്തത് ഒരിക്കലും നഷ്ടമാവില്ല. എല്ലാ നാടക സ്നേഹികളെയും ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ചവറ കൾച്ചർ സെൻറ്ററിൽ വെച്ച് നടന്ന ഈ പുസ്തക പ്രകാശനം ഇവിടെ പൂർണ്ണമായതായിട്ട് അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. നല്ല സായാഹ്നം ആശംസിക്കുന്നു.